നമസ്തേ. പുത്തൻപുലരിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാവർക്കും ഒരു നല്ല ദിവസത്തിൻ്റെ തുടക്കം ആശംസിക്കുന്നു. അതങ്ങനെ തുടരട്ടെ. നമുക്ക് പ്രധാന വാർത്തകൾ നോക്കാം. ജമ്മു കശ്മീരിലെ കത്വയിൽ കനത്ത ഏറ്റുമുട്ടൽ. 3 ഭീകരരെ വധിച്ച് സൈന്യം. 3 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് വീരമൃത്യു. രജൌരിയിൽ ഭീകര താവളം കണ്ടെത്തി സൈന്യം. പത്താൻകോട്ട് ജമ്മു ഹൈവേയിൽ കനത്ത ജാഗ്രത. സംസ്ഥാന ജല അതോറിറ്റിയിലെ സെസ് പിരിവിൽ ഗുരുതര വീഴ്ച. ചെക്കുകളും ഡിഡികളും ട്രഷറി അക്കൗണ്ടിൽ നിക്ഷേപിക്കാതെ സർക്കാർ. കാരണം ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയെന്ന് CAG റിപ്പോർട്ട്. ജനം ബ്രേക്കിംഗ്. കോഴിക്കോട്ടെ ഹമാസ് അനുകൂല സംഗമത്തിനെതിരെ ക്രൈസ്തവ സംഘടനകൾ. ഭീകരരെ ഹീറോ ആക്കുന്നവർക്ക് വോട്ടിലൂടെ മറുപടി നൽകുമെന്ന് മുന്നറിയിപ്പ്. കേരളം ഇസ്ലാമിക തീവ്രവാദത്തിന്റെ നഴ്സറി എന്ന് കാസ. പുതിയ ടീമിനെ ഒരുക്കിയെടുക്കാൻ BJP. സംസ്ഥാന കോർ ഗ്രൂപ്പ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ചർച്ചയാകും. പുതിയ തന്ത്രങ്ങളുമായി രാജീവ് ചന്ദ്രശേഖർ. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ വിഷയം ഇന്ന് ഹൈക്കോടതിയിൽ. സർക്കാർ അപ്പീൽ പരിഗണിക്കും. നിയമനം റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യം. മുഖ്യമന്ത്രിയുടെ മകളുടെ മാസപ്പടി കേസിൽ വിജിലൻസ് വരുമോ? ഹർജികളിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. 1,72,00,000 കൈപ്പറ്റിയത് കോടതി നേരിട്ട് അന്വേഷിക്കണമെന്ന് ആവശ്യം. ആശമാരുടെ സമരം 47-ാം ദിവസം. കൂടുതൽ കരുത്തോടെ മുന്നോട്ടെന്ന് പ്രഖ്യാപനം. നിരാഹാര സമരം 9-ാം നാൾ. IPL-ൽ ലക്നൌവിന് സൂപ്പർ വിജയം. ഹൈദരാബാദിനെ തകർത്തത് 5 വിക്കറ്റിന്. 4 വിക്കറ്റ് എടുത്ത ഷാർദുൽ താക്കൂർ വിജയശില്പി. വാർത്തകളിലേക്ക് വിശദമായി. BJP സംസ്ഥാന കോർ ഗ്രൂപ്പ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ പുതിയ കോർ അംഗങ്ങൾ യോഗത്തിൽ പങ്കെടുക്കും. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും കോർ ഗ്രൂപ്പ് യോഗത്തിൽ ചർച്ചയാകും. വിവരങ്ങളുമായി ടിൻഡു ദാസ് ഒപ്പം ചേരുന്നു. ടിൻഡു, പുതിയ അധ്യക്ഷന് കീഴിൽ യോഗം ചേരുന്നു. പുതിയ തന്ത്രങ്ങൾ, പുതിയ രീതികൾ ഒക്കെ പ്രതീക്ഷിക്കാം അല്ലേ? ഗുഡ് മോർണിംഗ് കൃഷ്ണരാജ്. തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. പുതിയ ഒരു നേതൃത്വ നിരയായിരിക്കും BJPയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ചേരുന്ന കോർ ഗ്രൂപ്പ് യോഗത്തിലൂടെ പുറത്തു വരാൻ പോകുന്നത്. പുതിയ സംസ്ഥാന അധ്യക്ഷന് പിന്നാലെ പുതിയ സംസ്ഥാന ഭാരവാഹികളെയും BJP സംസ്ഥാന സമിതിയും സംസ്ഥാന കൗൺസിലിങ്ങും ഇന്ന് ചേരുന്ന കോർ യോഗത്തിൽ പുനഃസംഘടിപ്പിക്കും. അതോടൊപ്പം തന്നെ യുവമോർച്ച അടക്കമുള്ള വിവിധ മോർച്ചകൾ, വിവിധ സംഘടനകളുടെ സംസ്ഥാന ഭാരവാഹികളെയും ഈ യോഗത്തിൽ പ്രഖ്യാപിക്കും. കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിലവിലിപ്പോൾ ജില്ലാ അധ്യക്ഷന്മാരാണ് നിലവിലിപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ ജില്ലാ സെക്രട്ടറിമാരെയും ജില്ലാ ജനറൽ സെക്രട്ടറിമാരെയും ഒക്കെ ഇന്ന് ചേർന്ന യോഗം തിരഞ്ഞെടുക്കും. ദേശീയ നേതൃത്വത്തിൻ്റെ അനുമതിയോടെ കൂടെയാവും പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുക. നിലവിലിപ്പോൾ ഈ സംസ്ഥാന അധ്യക്ഷൻ, BJP സംസ്ഥാന അധ്യക്ഷനെ മാത്രമാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. രാജീവ് ചന്ദ്രശേഖരൻ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ പ്രധാനമായിട്ടും ഒരു പുതിയ ടീമിനെ, നേരത്തെ കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ വാർത്തെടുക്കാനുള്ള ശ്രമം, അത് കേന്ദ്ര നേതൃത്വത്തിൻ്റെ അനുമതിയോടുകൂടി നല്ലൊരു ടീമിനെ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് സംസ്ഥാന നേതൃത്വത്തിലേക്കുള്ള ആളുകളാണെങ്കിലും ജില്ലാ നേതൃത്വത്തിലേക്കുള്ള വ്യക്തികളാണെങ്കിലും അത്രയും പ്രാധാന്യത്തോടു കൂടി ഒരുപക്ഷെ വരും കാലങ്ങളിൽ മികച്ച രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കുന്ന രീതിയിലുള്ള വ്യക്തികളെയായിരിക്കും ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവരിക. ഒരുപോലെ മുന്നോട്ട് പോകാനുള്ള തീരുമാനങ്ങളായിരിക്കും ഒരുപക്ഷെ ഇന്ന് ചേർന്ന
ചേരുന്ന കോർ കമ്മിറ്റിയിൽ ഉണ്ടാകുക. സംസ്ഥാന ഭാരവാഹികളെയും ജില്ലാ ഭാരവാഹികളെയും ഈ വിവിധ മോർച്ചകളുടെ ഭാരവാഹികൾ എന്ന് പറയുമ്പോഴും രാഷ്ട്രീയത്തിൽ വലിയ രീതിയിൽ ഇടപെട്ടുകൊണ്ട് സംസ്ഥാനത്തെ മികച്ച രീതിയിലുള്ള ഒരു BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു മികച്ച രീതിയിലുള്ള ഒരു രാഷ്ട്രീയ മുഖം കാണിക്കുക എന്നതാണ് ഒരുപക്ഷെ അടുത്ത സമീപകാലങ്ങളിൽ വരാൻ പോകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ വരുന്നുണ്ട്, അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരുന്നുണ്ട്. ഈ തിരഞ്ഞെടുപ്പുകളൊക്കെ നേരിടാനുള്ളൊരു ശക്തി ഈ ടീമുകളിലൂടെയാണ് കൊണ്ടുവരേണ്ടത്. ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ സമീപകാലത്തുണ്ടായിട്ടുള്ള തിരഞ്ഞെടുപ്പുകൾ, അതിന് ലോക്സഭാ തിരഞ്ഞെടുപ്പുകളാണെങ്കിലും നിയമസഭാ തിരഞ്ഞെടുപ്പുകളാണെങ്കിലും കഴിഞ്ഞ 10 വർഷത്തെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ വ്യൂ എടുക്കുകയാണെങ്കിൽ BJPയെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്ത് വലിയ രീതിയിലുള്ള വോട്ട് ഷെയറും അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള പ്രകടനങ്ങളും കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട തന്നെയാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലെ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് നേടിയ വോട്ട് ഷെയറും അതോടൊപ്പം തന്നെ മധ്യകേരളത്തിൽ BJPക്ക് ഉണ്ടായ പിന്തുണയൊക്കെ വലിയ രീതിയിൽ ഈ സ്വാധീനിക്കപ്പെടും. അതുതന്നെയാണ് ഇത്തരത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുകളും നിയമസഭാ തെരഞ്ഞെടുപ്പുകളും മുന്നിൽ കണ്ടുകൊണ്ട് ഒരു മികച്ച നേതൃപരമ്പര കൊണ്ടുവരാനായിട്ട് BJPയുടെ ഭാഗത്തു നിന്നും ശ്രമമുണ്ടാകുന്നത്. ഇന്ന് തിരുവനന്തപുരത്ത് ചേരുന്ന കോർ കമ്മിറ്റിയിൽ BJP സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിലായിരിക്കും കോർ കമ്മിറ്റി ചേരുക. അതിൽ ഈ പറയുന്ന പ്രധാനപ്പെട്ട നേതാക്കളെയും അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട നേതൃസ്ഥാനങ്ങളിലേക്കുള്ള വ്യക്തികളെയൊക്കെ തിരഞ്ഞെടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിരുവനന്തപുരത്തെ സ്വകാര്യ ഹോട്ടലാണ് ഇത്തരത്തിൽ കോർ കമ്മിറ്റി യോഗം ചേരുക. ഇന്ന് 11 മണിയോടുകൂടി കോർ കമ്മിറ്റി ആരംഭിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികൾ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതൃനിര നമുക്ക് BJP നേതൃത്വത്തിന് ലഭിക്കുമെന്ന് കരുതാം. നിലവിലിപ്പോൾ സംസ്ഥാന അധ്യക്ഷനെ മാത്രമാണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ ഇനി സംസ്ഥാന സെക്രട്ടറിമാരുണ്ട്, ജനറൽ സെക്രട്ടറിമാരുണ്ട്, ജില്ലാ സെക്രട്ടറിമാരുണ്ട്. കാരണം ജില്ലാ അധ്യക്ഷന്മാരെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്, ജില്ലാ ജനറൽ സെക്രട്ടറിമാരുണ്ട്. യുവമോർച്ച ഉൾപ്പെടെയുള്ള വിവിധ മോർച്ചകളുടെ നേതൃസ്ഥാനങ്ങളിലേക്കൊക്കെ ആളുകളെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ വ്യക്തികളെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൽ മികച്ച ഒരു പട്ടിക തന്നെ തയ്യാറാക്കും. മികച്ച വ്യക്തികളെ അതിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമവും ചർച്ചകളുമാണ് ഇന്ന് ചേർന്ന കോർ കമ്മിറ്റി തീരുമാനിക്കുക. അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പുകൾ BJPയെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഈ തിരുവനന്തപുരം നഗരസഭ ഉൾപ്പെടെ ഒരു BJPക്ക് ഏറ്റവും സ്വാധീനം ചെലുത്താവുന്ന ഒരു മേഖലയായി മാറിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ നഗരസഭകളെ പിടിച്ചെടുക്കുന്നതും അതോടൊപ്പം തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ പ്രധാനപ്പെട്ട ഇടങ്ങളിലൊക്കെ BJPക്ക് വരാൻ കഴിയുന്ന സ്ഥലങ്ങളിലൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതൊക്കെ ഈ യോഗത്തിൽ ചർച്ചയാകും. ടിൻഡു, ഇതിപ്പോൾ 5 വർഷം സുരേന്ദ്രൻ പാർട്ടിയെ വളർത്തിക്കൊണ്ടുവന്ന ഒരു വഴിയുണ്ട്. MP വരെയായി. അങ്ങനെ അനുദിനം അതിവേഗം വളരുന്ന BJPക്ക് ഒരു പുതിയ ടീം, അതിനുള്ള പുതിയ തുടക്കം, അതാണ് ഇന്നത്തെ യോഗം അല്ലേ? തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. കഴിഞ്ഞ 5 വർഷമായിട്ട് BJPക്ക് സംസ്ഥാനത്തിൽ അല്ലെങ്കിൽ സംസ്ഥാനത്തിനകത്ത് വലിയൊരു നേട്ടമുണ്ടാകാൻ സാധിച്ചിട്ടുണ്ട്. തെക്കൻ കേരളത്തിലാണെങ്കിൽ നമുക്ക് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ BJPക്ക് ഒരു മികച്ച നേട്ടം, മികച്ച വോട്ട് ഷെയർ ഒക്കെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം മണ്ഡലത്തിലാണെങ്കിലും ആറ്റിങ്ങലാണെങ്കിലും ഇനിയിപ്പോൾ പാലക്കാടാണെങ്കിലും ഒക്കെ വലിയ രീതിയിലുള്ളൊരു വോട്ട് ഷെയർ BJPക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം, രാഷ്ട്രീയത്തിലെ വലിയൊരു അല്ലെങ്കിൽ ഈ പറയുന്ന വലിയൊരു രീതിയിലുള്ള വോട്ട് ഷെയർ ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. നേരത്തെ 5 വർഷം ഉണ്ടായിരുന്ന സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള വോട്ട് ഷെയർ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയും അത് വലിയ രീതിയിൽ രാഷ്ട്രീയത്തിൽ ഇനി എന്ത് വിഷയങ്ങൾ വരികയാണെങ്കിലും ഒരിക്കൽ കേരളത്തെ സംബന്ധിക്കുന്ന വിഷയങ്ങൾ വരികയാണെങ്കിലും ഒക്കെ വലിയ രീതിയിലുള്ള അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ആ വിജയം അല്ലെങ്കിൽ അത്തരത്തിൽ ലഭിച്ച ആ ഒരു അല്ലെങ്കിൽ അത്തരത്തിൽ ലഭിച്ച ഒരു പിന്തുണയുടെ ഒരു തുടർച്ചയും കൂടിയാണ് ഇനി വരാൻ പോകുന്ന നേതൃസ്ഥാനമെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇനി വരാൻ പോകുന്നത് ഇതിൽ കൂടുതൽ മികച്ച രീതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അത് വലിയൊരു ഗെയിം ചേഞ്ചിങ് തന്നെയാകും. ഈ രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഈ തിരുവനന്തപുരത്ത് വന്ന് നിന്നുകൊണ്ട് ഒരു വലിയൊരു ഗെയിം ചേഞ്ചറായ ഒരു വ്യക്തി കൂടിയാണ്. പക്ഷേ പൊളിറ്റിക്സിൽ ഒരു വലിയൊരു അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ വലിയൊരു ഗെയിം ചേഞ്ചറായ വ്യക്തിയാണ്. വെറും 15,000 അല്ലെങ്കിൽ
ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ ഒരുപക്ഷെ തീരദേശ മേഖലയിലെ ആ വോട്ട് ഷെയർ മാത്രം അത് ഒരുപക്ഷെ പിടിച്ചെടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യമായിരിക്കും ഇനി ഒരു പക്ഷേ. കാരണം കഴിഞ്ഞ ആ 5 വർഷക്കാലത്തെ പ്രവർത്തനം കൊണ്ട് നമുക്ക് വലിയ രീതിയിലുള്ള വോട്ട് ഷെയർ സംസ്ഥാനത്ത് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ആ വോട്ട് ഷെയറിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ മികച്ച ഒരു പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് മികച്ച രീതിയിൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ജനങ്ങളുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് കുറച്ചുകൂടി അവരുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് നമുക്ക് അല്ലെങ്കിൽ BJPക്ക് മുന്നോട്ട് പോകാനുള്ളൊരു പ്രവർത്തനത്തിന് മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങൾ കൂടിയാണ് നമുക്കിത് വിലയിരുത്താൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഏറ്റവും മികച്ച നേതൃസ്ഥാനങ്ങളിൽ ഏറ്റവും മികച്ച വ്യക്തികളെ കൊണ്ടുവരിക, അല്ലെങ്കിൽ ഏറ്റവും മികച്ച ആളുകളെ കൊണ്ടുവരിക, അവരിലൂടെ നല്ല രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കുക, ഇതൊക്കെ തന്നെയാണ് പ്രധാന ചർച്ചാ വിഷയമെന്ന് പറയുന്നത്. എന്തായാലും ഇന്ന് ചേർന്ന കോർ കമ്മിറ്റിയിൽ ഇത്തരത്തിലുള്ള നിർണായകമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകും. ആ തീരുമാനങ്ങൾ എന്ന് പറയുന്നത് ഈ ജില്ലാ അധ്യക്ഷന്മാരും സംസ്ഥാന അധ്യക്ഷനും പുറമെ വരുന്ന വ്യക്തികൾ, ആ വ്യക്തികളെ തിരഞ്ഞെടുക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ആദ്യഘട്ടത്തിൽ നടത്തുക. ഈ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷമായിരിക്കും ഇത്തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടാകുക. വലിയ രീതിയിലുള്ള പദ്ധതികൾ തയ്യാറാക്കുക, വ്യക്തമായ പ്ലാനിങ്ങിലൂടെ മുന്നോട്ട് പോകുക. ആ ഒരു പ്ലാനിങ്ങിൽ അത്തരത്തിലുള്ള ക്രിയാത്മകമായിട്ടുള്ള ഒരു പ്ലാനിങ് ആയിരിക്കും ഈ യോഗം ചർച്ച ചെയ്യുന്നത്. ഇനി മുന്നോട്ടുള്ള പോക്ക് എന്ന് പറയുന്നത് ഇന്ന് തുടങ്ങുന്ന യോഗത്തിലൂടെ ആരംഭിക്കും. BJPയുടെ സംസ്ഥാന കോർ ഗ്രൂപ്പ് യോഗം ഇന്ന് തലസ്ഥാനത്ത് ചേരുകയാണ്. രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ പുതിയ കോർ അംഗങ്ങൾ യോഗത്തിൽ പങ്കെടുക്കും. ഒരു പുതിയ തുടക്കമാണെന്ന് കെ സുരേന്ദ്രൻ തെളിച്ചു വച്ച വഴിയിലൂടെ പുതിയ തന്ത്രങ്ങളുമായി പുതിയ നായകൻ ഇറങ്ങുന്നു. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ചയാകും. വിവരങ്ങൾ നൽകുകയായിരുന്നു ടിൻഡുദാസ്. താമരശ്ശേരി ചുരത്തിൽ ഗതാഗത തടസ്സം. 6ാം വളവിൽ ബസ് കുടുങ്ങിയതിനെ തുടർന്നാണ് ഗതാഗത തടസ്സം ഉണ്ടായത്. ബംഗളൂരു കോഴിക്കോട് ബസ്സാണ് കുടുങ്ങിയത്. ക്രെയിൻ ഉപയോഗിച്ച് മാത്രമേ ബസ് മാറ്റാൻ കഴിയൂ. എന്നാൽ ക്രെയിൻ അവിടേക്ക് കൊണ്ടുവരിക എന്നത് വെല്ലുവിളിയാണ്. വിവരങ്ങളുമായി ദിസ്ന ഒപ്പം ചേരുന്നു. ദിസ്ന, പൊതുവേ വിശാലമല്ലാത്ത ചുരപാത, അവിടെ ഒരു ബസ് കുടുങ്ങുന്നു. ആ ബസ്സിനെ മാറ്റണമെങ്കിൽ ക്രെയിൻ വരണം. പക്ഷേ അവിടെ ഈ ഗതാഗത തടസ്സം ഉള്ള സ്ഥിതിക്ക് ക്രെയിൻ എങ്ങനെ എത്തിക്കും എന്നത് വലിയൊരു ആശങ്കയാണ്, അല്ലേ? മണിക്കാണ് ഇത്തരത്തിൽ ഈ ബസ് ഈ താമരശ്ശേരി ചുരത്തിൽ കുടുങ്ങുന്നത്. വലിയൊരു ഗതാഗത കുരുക്ക് തന്നെയാണ് ഈ പ്രദേശത്ത് അനുഭവപ്പെടുന്നത്. ലക്കിടി വരെ വാഹനങ്ങൾ നിരനിരയായി പോകാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് ഉള്ളത് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഈ ബസ് മാറ്റണമെങ്കിൽ സാങ്കേതിക തകരാറ് മൂലമാണ് ബസ് ഇവിടെ കിടക്കുന്നത്. അതിന്റെ ഓപ്പറേറ്റർമാരൊക്കെ തന്നെയും ഇവിടെ എത്തി പരിശോധിച്ചു. പക്ഷെ ബസ് മാറ്റണമെങ്കിൽ ക്രെയിൻ വരണം എന്നൊരു കാര്യം തന്നെയാണ് ഇവർ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഇത്തരത്തിൽ ഗതാഗത തടസ്സം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് ക്രെയിൻ അവിടെ എത്തിക്കുക എന്നത് കുറച്ച് ശ്രമകരമായ ഒരു ദൗത്യം തന്നെയാണ്. എന്തായാലും താമരശ്ശേരി ചുരത്തിൽ വലിയ ഗതാഗത തടസ്സം നേരിടുന്നു. 4 മണി മുതലാണ് ഇത്തരത്തിൽ ഈ ബസ് സാങ്കേതിക തകരാറ് മൂലം ചുരത്തിലെ 6ാം വളവിൽ കുടുങ്ങിയത്. എന്തായാലും ഈ ബസ് നീക്കം ചെയ്താൽ മാത്രമേ ഇത്തരം ചുരം വഴിയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയുകയുള്ളൂ എന്ന് തന്നെയാണ് ചുരം സംരക്ഷണ സമിതി ഉൾപ്പെടെ വ്യക്തമാക്കിയിട്ടുള്ളത്. കൃഷ്ണരാജ്. ശരി, താമരശ്ശേരി ചുരത്തിൽ ഗതാഗത തടസ്സം, ബസ് കുടുങ്ങി, ക്രെയിൻ എത്തിച്ചാലേ ബസ് മാറ്റാനാകൂ. പക്ഷേ അത് അത്ര എളുപ്പമായ ഒരു കാര്യവുമല്ല. വിവരങ്ങൾ നൽകുകയായിരുന്നു ദിസ്ന. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശമാരുടെ സമരം തുടരുകയാണ്. എന്തു വന്നാലും ഞങ്ങൾ പിന്നോട്ടില്ല എന്ന പ്രഖ്യാപനമാണ് അവർ നടത്തുന്നത്. സർക്കാർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും കണ്ടില്ലെന്ന് നടിക്കുന്ന രീതി തന്നെയാണ്. മാത്രമല്ല പരിഹാസവും അധിക്ഷേപവും ഒക്കെ തുടരുന്നുമുണ്ട്. ആശാസമരം 47ാം ദിവസത്തിലാണ്. നിരാഹാര സമരം 9 ദിവസമാകുന്നു. ആശമാരുടെ സമരവീര്യം ഇപ്പോൾ 2 ഇരട്ടിയാണ്. ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ശക്തമായ നടപടികൾ ഉണ്ടായിട്ടും കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോവുകയാണ് ആശമാർ. വിവരങ്ങളുമായി ശ്രീനന്ദ SP ഒപ്പം ചേരുന്നു. ശ്രീനന്ദ, ആശമാർ ഇന്ന് എന്തു പറയുന്നു? കൃഷ്ണ,
കൃഷ്ണരാജ്, ഇന്ന് സമരത്തിന്റെ സെക്രട്ടേറിയറ്റ് മുന്നിലെ ആശാ വർക്കർമാരുടെ സമരം 47-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. 1.5 മാസം പിന്നിട്ടിരിക്കുന്നു. സമരവീര്യം ഇതുവരെ ഒരു തരത്തിലും ചോർന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇരട്ടിയായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 9 ദിവസമായിരിക്കുകയാണ് അവരുടെ നിരാഹാര സമരം തുടങ്ങിയിട്ട്. ഇന്ന് 9-ാം ദിവസമാണ്. ഇന്നിപ്പോൾ 1.5 മാസം പിന്നിടുമ്പോൾ ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്നുള്ള അവരുടെ ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ആശാ വർക്കർമാർ സമരം ചെയ്യുന്നത്. അവരോട് സർക്കാർ സമീപനം പാലിക്കണം, അവരോട് സംസാരിക്കാൻ തയ്യാറാകണം എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇവരിപ്പോൾ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പുതുച്ചേരിയെ മാതൃകയാക്കണമെന്ന് ആശാ വർക്കർമാർ ആവശ്യപ്പെട്ടിരുന്നു. ആശാ വർക്കർമാരുടെ ഓണറേറിയം പുതുച്ചേരി സർക്കാർ 10,000 രൂപയിൽ നിന്ന് 18,000 രൂപയാക്കി. അത് സംസ്ഥാനങ്ങൾക്ക് ഓണറേറിയം സ്വന്തമായി വർദ്ധിപ്പിക്കാമെന്നൊരു നടപടിയിലേക്കാണ് ഇത് വ്യക്തമാക്കുന്നത്. ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ്. നമുക്ക് ആശാ വർക്കർമാരോട് അന്വേഷിക്കാം. ചേച്ചി, ഈ ഓണറേറിയം പുതുച്ചേരിയിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്, അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അത് ഒരു പരിധിവരെ നമ്മുടെ വിജയമാണ്. പക്ഷേ അവിടെ ജനങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ആ സർക്കാർ. എന്നുവെച്ചാൽ ഇതുപോലെ ഞങ്ങളെപ്പോലെ തെരുവിൽ ഇറക്കാതെ അതിന് മുന്നേ തന്നെ അവർ ആ ഒരു ഇത് അവർക്ക് കൊടുത്തു. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. പക്ഷെ നമ്മൾ മാത്രം ഈ സർക്കാർ കാണുന്നില്ല. അതെന്താണെന്നുള്ള അറിയാൻ വയ്യ. അവിടെ കൊടുത്തുവെങ്കിൽ അവിടെ അവർ വർണ്ണങ്ങളോ അല്ലെങ്കിൽ പാർട്ടിപരമായിട്ടോ ഒന്നുമല്ല അവർ അവിടെ ജനങ്ങൾക്ക് കൊടുത്തത്. ജനങ്ങളെ ഇതുപോലെ സ്ത്രീകളെ തെരുവിലിറക്കാതെ നോക്കി സംരക്ഷിച്ചു. പക്ഷേ ഞങ്ങൾ പലവിധ പാർട്ടികളായിക്കോട്ടെ, പക്ഷേ ഈ സംസ്ഥാനത്തല്ലേ നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ആരോഗ്യമായിരുന്നാലും നമ്മുടെ സമയമായിരുന്നാലും ഈ സർക്കാരിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചിലവഴിച്ചത്. അവിടെ നമ്മൾ പാർട്ടി നോക്കിയിട്ടോ അല്ലെങ്കിൽ ജാതി നോക്കിയിട്ടോ ഒന്നുമല്ല. അപ്പം ജനങ്ങളെ ചേർത്ത് നിർത്തുന്ന അല്ലെങ്കിൽ സ്ത്രീജനങ്ങളെ സംരക്ഷിക്കുന്ന ഒരു സർക്കാരാണോ എന്ന് ചോദിച്ചു പോകുന്നതിൽ വല്ല തെറ്റുമുണ്ടോ? നമ്മുടെ അടുത്ത് സ്നേഹമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ജനങ്ങൾക്ക് ജനങ്ങളോടൊരു സ്നേഹവും മമതയും ഉണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങൾ ഇത്രയും ദിവസം ഈ തെരുവിൽ ഞങ്ങളെ കിടത്തില്ലായിരുന്നു. നേരത്തെ തന്നെ അതെന്തെങ്കിലും കണ്ടെത്തി ഞങ്ങൾക്ക് അതിനുള്ള ഒരു പരിഹാരം ഉണ്ടാക്കുമായിരുന്നു. ഒന്നും മാത്രം ചിന്തിച്ചാൽ മതി. ഞങ്ങൾ കൂടുതലൊന്നും ചോദിക്കുന്നത്, ഞങ്ങളുടെ മിനിമം വേതനമാണ് ചോദിക്കുന്നത്. തൊഴിലാളികളുടെ സർക്കാരല്ലേ, തൊഴിലാളികളെ സ്നേഹിക്കുന്ന സർക്കാരല്ലേ, എന്തുകൊണ്ടത് കാണുന്നില്ല? അവിടെ ഒറ്റയടിക്ക് 10,000-ൽ നിന്ന് 18,000 രൂപയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് പുതുച്ചേരിയിൽ. അപ്പോൾ അങ്ങനെ ഒരു മാറ്റം നിങ്ങൾക്ക് ഇപ്പോൾ ഈ നമ്മുടെ സർക്കാരിനോട് പറഞ്ഞിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു സംസാരം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചർച്ചയ്ക്ക് അതിനുശേഷം സർക്കാർ വിളിച്ചിരുന്നതായി അറിയാമോ? ഇല്ല, ചർച്ചയ്ക്കൊന്നും വിളിച്ചിട്ടില്ല. 2-4 പ്രാവശ്യം ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. ഞങ്ങളിവിടെ നിന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഞങ്ങളുടെ ആവശ്യങ്ങൾ അവർ തിരക്കുകയോ അല്ലെങ്കിൽ ഞങ്ങൾക്കിപ്പം പറ്റില്ല, അത് ഞങ്ങൾ ഘട്ടം ഘട്ടമായിട്ട് തീർക്കാം, തൽക്കാലം ഞങ്ങൾക്ക് ഇത്ര സഹായിക്കാൻ കഴിയും എന്നുപോലും ഒരു വാക്ക് പറയാൻ പോലും സർക്കാർ മുതിർന്നിട്ടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രിയായിട്ട് ചർച്ച നടത്തിയപ്പോൾ അവർ പറയുകയുണ്ടായി, നിങ്ങൾ ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് തന്നെ പിരിഞ്ഞു പോകണം എന്നൊരാവശ്യമാണ് അവർ ഉന്നയിച്ചത്. അല്ലാണ്ട് നിങ്ങൾക്ക് എന്താണ്, ആശാ വർക്കർമാർ അവിടെ പറയുകയുണ്ടായി, നിങ്ങൾ പറയുന്ന ഒരു നിങ്ങൾ ഒരു ബാർഗെയിൻ ചെയ്യൂ, അതനുസരിച്ച് ഞാൻ തരാം, നിങ്ങൾ തന്നാൽ മതി എന്ന് ആശാ വർക്കർമാർ ആരോഗ്യമന്ത്രിയോട് പറയുകയുണ്ടായി. പക്ഷേ അതിനു പോലും ഒരു മറുപടി നൽകാതെ നിങ്ങൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകണമെന്നാണ് നമ്മൾ ആരോഗ്യമന്ത്രി ആശാ വർക്കർമാരോട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതാണ് ആശമാരെ ചേർത്ത് നിർത്തുന്നു എന്ന് പറഞ്ഞതിൽ വല്ല അർത്ഥവുമുണ്ടോ? അങ്ങനെ ചേർത്ത് നിർത്തുന്ന ഒരു മന്ത്രിയായിരുന്നുവെങ്കിൽ ആ സമയത്ത് ഞങ്ങളെ വിളിച്ച് ഇത്രയും അവഹേളിച്ച രീതിയിൽ സംസാരിക്കത്തില്ലായിരുന്നു. എൻ്റെ ആശമാരാണ് എന്ന് സ്നേഹത്തോടു കൂടിയാണ് ഈ മന്ത്രി പറഞ്ഞിരുന്നു എങ്കിൽ ഞങ്ങൾക്കൊരു തീരുമാനം ഇതിനകം തന്നെ ഉണ്ടാക്കുമായിരുന്നു. 47 ദിവസമായി നിരാഹാര സമരം 9-ാം ദിവസം. ഇത്രയും ദിവസം ഞങ്ങളെ കിടത്തത്തില്ലായിരുന്നു. തീർച്ചയായിട്ടും ഇവിടെ സമരം ചെയ്യുന്ന ആൾക്കാർ പറയുന്നത് പോലെ തന്നെ പുതുച്ചേരിയിൽ ഇപ്പോൾ ഒരു നീക്കം പോലും ഇല്ലാതെയാണ് പെട്ടെന്നാണ് ഒരു 10,000-ൽ നിന്ന് 18,000 രൂപയാക്കി അവരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇങ്ങനെ ഒരു, അല്ലെങ്കിൽ നമ്മുടെ തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ ബാക്കി ഇവിടെ നമ്മുടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിൽക്കുന്ന ആശാ വർക്കർമാരോട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കരുണ കാട്ടാതെ ഇപ്പോഴും നിൽക്കുന്നത് എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ ആശാ വർക്കർമാർ ഉന്നയിക്കുന്നത്. അവർ ഇത്രയും ദിവസമായി 47 ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം തുടങ്ങിയിട്ട് ഇന്നിപ്പോൾ 9-ാം ദിവസമാണ് അവരുടെ നിരാഹാര സമരം. മാർച്ച് 20-ാം തീയതി മുതലാണ് അനിശ്ചിതകാല നിരാഹാര സമരം ഇവർ തുടങ്ങിയിരുന്നത്. ഇതിന് കഴിഞ്ഞ ദിവസം ഇവിടെ ജനസഭ നടന്നിരുന്നു. ആ ജനസഭയിലും വൻ പ്രാമുഖ്യം ഇവർക്ക് സപ്പോർട്ട് അല്ലെങ്കിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നിരവധി സംഘടനകളാണ് ഇവിടെ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ 3 പേരാണ് നിലവിൽ നിരാഹാര സമരം തുടരുന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിലാണ്. എത്രയും പെട്ടെന്ന് ഇവർക്ക്
ഇവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുക, അങ്ങനെയുള്ള നിരവധി ആവശ്യങ്ങൾ മാത്രമാണ് ഇവരിപ്പോൾ ഉന്നയിക്കുന്നത്. ഇനിയും 1.5 മാസം പിന്നിട്ടു. ഇനിയും എത്ര നാൾ വേണമെങ്കിലും മരണം വരെ ഇവിടെ നിന്ന് പോരാടാൻ തയ്യാറാണെന്ന് തന്നെയാണ് ആശാവർക്കർമാർ ഇപ്പോഴും വ്യക്തമാക്കുന്നത്. കൃഷ്ണരാജ്. യെസ്, ആശാ വർക്കർമാരുടെ സമരപ്പന്തലിൽ നിന്ന് ശ്രീനന്ദയാണ് വിവരങ്ങൾ നൽകിയത്. അവർ പിന്നോട്ടില്ല എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. പുതുച്ചേരി സർക്കാർ 8000 രൂപയാണ് അവർക്ക് കൂട്ടിയത്. അവിടെ തീരുന്നില്ല. പാലക്കാട് നഗരസഭ, ഇന്നലെ പാലായിലെ ഒരു പഞ്ചായത്ത്, ഈ രണ്ടും BJP ഭരിക്കുന്ന ഇടങ്ങൾ, അവിടെ ആശാവർക്കന്മാർക്കായി പ്രത്യേക പരിഗണന, അവരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനമൊക്കെ വന്നു കഴിഞ്ഞു. മാതൃകയാണ് അതെന്ന് എല്ലാവരും ഓർക്കണം. ഇവിടെ സർക്കാരിന് അവരെ പരിഗണിക്കാൻ, അവരെ ഒന്ന് നോക്കാൻ, അവരുടെ ആവശ്യങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്നില്ല. പകരം പരിഹസിക്കുന്നു, അധിക്ഷേപിക്കുന്നു, ആശമാരെ അകറ്റി നിർത്തുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു ശ്രീനന്ദ. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ സംസ്ഥാനം കടപ്പത്രത്തിലൂടെ വായ്പയെടുത്തത് 50,000 കോടിയിലധികം രൂപ. നിലവിലെ സംസ്ഥാനത്തിൻ്റെ വായ്പാ പരിധിയിലും അധികമായിട്ടാണ് കടപ്പത്ര ലേലത്തുക കൈപ്പറ്റുന്നത്. അതേസമയം സാമ്പത്തിക വർഷാവസാനം ഒരാഴ്ചത്തെ ചെലവിന് വേണ്ടി കടമെടുത്തത് 6149 കോടി രൂപയാണ്. വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുന്നു. ടിൻഡു, ഒരു വശത്ത് ധൂർത്ത്, വേണ്ടപ്പെട്ടവർക്ക് ശമ്പള വർധനവ്, വേണ്ടപ്പെട്ടവർക്ക് കുടിശ്ശിക കൊടുത്തു തീർക്കൽ ഒക്കെ കാര്യമായി നടക്കുന്നുണ്ട്. മറുവശത്ത് കടത്തോട് കടം, അല്ലേ? തീർച്ചയായിട്ടും കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ സാമ്പത്തിക വർഷം മുന്നോട്ട് കൊണ്ടുപോകാനായി സംസ്ഥാന സർക്കാർ വലിയ രീതിയിൽ ശ്രമപ്പെടുന്ന കാര്യം വിവിധ ഘട്ടങ്ങളിലായിട്ട് ജനം TV ആണ് അത് ഏറ്റവും കൂടുതൽ വാർത്ത കൊടുത്തിട്ടുള്ളത്. ഈ കടമെടുപ്പ് പരിധിയുമായി ബന്ധപ്പെട്ട് കേന്ദ്രം ആവശ്യപ്പെട്ടത് ആദ്യം 30,000 കോടി രൂപയായിരുന്നു. പക്ഷേ 15,390 കോടി രൂപയാണ് കടമെടുക്കാനുള്ള അനുമതി നൽകിയത്. അന്ന് കേന്ദ്രത്തിനെതിരെ വലിയ രീതിയിലുള്ള രൂക്ഷ വിമർശനമൊക്കെ സംസ്ഥാനം ഉയർത്തിയിരുന്നു. പിന്നെ വിവിധ ഘട്ടങ്ങളിലായിട്ട് ഇവർ ആവശ്യപ്പെട്ട രീതിയിൽ തന്നെ 32,000 കോടിയോളം രൂപ വിവിധ ഘട്ടങ്ങളിലായിട്ട് കടമെടുത്തിരുന്നു. അതിന് പുറമെ തന്നെ ഈ പറയുന്ന പോലെ ഈ വർഷത്തെ സംസ്ഥാന സർക്കാർ ചെയ്ത ഒരു പ്രധാനപ്പെട്ട പദ്ധതി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രധാന ഒരു പ്ലാനിംഗ് എന്ന് പറയുന്നത് ഈ വിരമിക്കൽ പ്രായം 1 വയസ്സ് കൂടെ കൂട്ടുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു 5,000 കോടി രൂപ ഖജനാവിലേക്ക് നീക്കിയിരിക്കാൻ പറ്റും. പക്ഷേ എന്നിട്ടും സംസ്ഥാന സർക്കാരിന് മുന്നോട്ട് പോകാനായിട്ട് ശ്രമകരമായിട്ടുള്ള പടിപ്പെടേണ്ടി വന്നു. അത് KSEB അതോടൊപ്പം തന്നെ പങ്കാളിത്ത പെൻഷനിൽ ഇടപെടലൊക്കെ നടത്തിയെങ്കിലും KSEB മുൻനിർത്തിക്കൊണ്ട് ഒരു 450-500 കോടി രൂപ ലോൺ എടുത്തുവെങ്കിലും പിന്നീട് മുന്നോട്ട് പോകാൻ സാധിച്ചില്ല. ഈ പങ്കാളിത്ത പെൻഷനിലെ ഇടപെടലും KSEBയുടെ ഇടപെടലും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് 12,000 കോടി രൂപ കടമെടുക്കണമെന്ന് കേന്ദ്രത്തെ അറിയിച്ചിരുന്നു. പക്ഷേ അപ്പോഴും കേന്ദ്രം അനുമതി നൽകിയത്. പക്ഷേ ഈ അവസാന ഘട്ടത്തിൽ കേന്ദ്രം ഈ 12,000 കോടിയിൽ 6,000 കോടി രൂപ കടമെടുക്കാൻ അനുമതിയും പിന്നീട് സാമ്പത്തിക വർഷം അവസാനിച്ചപ്പോൾ പിന്നെയും 6,000 കോടി രൂപ കടമെടുക്കാനുള്ള അനുമതി നൽകിയിരുന്നു. പക്ഷേ ഇതിന് പുറമെയാണ് വിവിധ കടപത്രങ്ങൾ റിസർവ് ബാങ്കിൽ കടപത്ര ലോണുകൾ എടുക്കുന്നത്. കടപത്ര ലോണുകൾ എടുക്കുന്നത് സംസ്ഥാനത്തെ കോർപ്പറേറ്റ് മേഖലയുമായിട്ട് ചേർത്തിണക്കിക്കൊണ്ട് ഈ തിരിച്ചടയ്ക്കാവുന്ന വ്യവസ്ഥകളിലാണ് ഇത്തരത്തിൽ കടപത്ര ലോണുകൾ എടുക്കുന്നത്. അത്തരത്തിൽ സംസ്ഥാനം എടുത്ത കടപത്ര ലോണുകൾ എന്ന് പറഞ്ഞാൽ 53,666 കോടി രൂപയാണ്. അതായത് ഈ നടപ്പ് സാമ്പത്തിക വർഷം മാത്രം സംസ്ഥാനത്തിന്റെ കടപത്ര ലോൺ എന്ന് പറയുന്നത് 53,666 കോടി രൂപയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കഴിഞ്ഞ ഒരാഴ്ച പിന്നിട്ട്, അതായത് 25-ാം തീയതി മുതൽ ഏപ്രിൽ 1-ാം തീയതി വരെ സംസ്ഥാന സർക്കാരിന് മുന്നോട്ട് പോകണമെങ്കിൽ ഇനിയും 6,000 കോടി രൂപയുടെ ആവശ്യമുണ്ട്. അത്തരത്തിൽ 6,000 കോടി രൂപയുടെ കടപത്രം 2 ദിവസം മുന്നെയാണ് റിസർവ് ബാങ്കിൽ നിന്നും കടപത്ര ലോൺ എടുത്തത്. അതിനുശേഷം ഏറ്റവും അവസാനമായിട്ട് 27-ാം തീയതി സംസ്ഥാനം വീണ്ടും 990 കോടി രൂപ കടപത്ര ലോണിലൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ സംസ്ഥാനം ഈ എടുക്കുന്ന തുകകളൊക്കെ എങ്ങോട്ട് പോകുന്നുണ്ടെന്നുള്ള കാര്യമാണ് ഒരു വ്യക്തതയില്ലാത്തത്. കാരണം സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ 3 മാസത്തേത് ഇപ്പോഴും മുടക്കമുണ്ട്. KSRTCയിലെ പെൻഷൻ ഇപ്പോഴും മുടക്കമുണ്ട്. അതോടൊപ്പം തന്നെ വിവിധ ക്ഷേമ പെൻഷനുകൾ ഇപ്പോഴും മുടങ്ങി കിടക്കുന്നുണ്ട്. അതോടൊപ്പം ഈ KSRTCയിലെ ശമ്പള വിതരണവുമായിട്ട് ബന്ധപ്പെട്ട് വ്യക്തമായി തുക വിതരണം ചെയ്യാൻ സാധിച്ചിട്ടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ സാമ്പത്തിക വർഷം മുന്നോട്ട് പോകണമെങ്കിൽ ബില്ലുകൾ മുടങ്ങാതിരിക്കണമെങ്കിൽ ട്രഷറി ഓവർ ഡ്രാഫ്റ്റ് ആവാതിരിക്കണം. പക്ഷേ ട്രഷറിയൊക്കെ ഇത്തവണ 2 തവണ ഓവർ ഡ്രാഫ്റ്റായി. ഇതൊക്കെ ഈ ഇന്ധന സെസ് അതോടൊപ്പം തന്നെ കോർപ്പറേറ്റ് സെസ് തുടങ്ങിയവയൊക്കെ മുൻകൂട്ടി തന്നെ സംസ്ഥാന സർക്കാർ വാങ്ങിയിട്ടുണ്ട്. KSFE പോലുള്ള ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും നിക്ഷേപങ്ങൾ അവർ പുറത്ത് നിക്ഷേപിച്ചിരിക്കുന്ന തുകകൾ എത്രയും പെട്ടെന്ന് ട്രഷറിയിലേക്ക് കൊണ്ടുവരാൻ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിവിധ വകുപ്പുകൾ ട്രഷറിയിൽ നിക്ഷേപിച്ചിരിക്കുന്ന ഈ
ഈ ട്രഷറി നിക്ഷേപിച്ചിരിക്കുന്ന തുകകൾ അടിയന്തരമായി തന്നെ ഈ ട്രഷറിയിലേക്ക് മാറ്റാനായിട്ട്, അത് ബാങ്കുകൾ നൽകിയിരിക്കുന്ന തുക അടിയന്തരമായിട്ട് തന്നെ ട്രഷറിയിലേക്ക് മാറ്റാനായിട്ട് സംസ്ഥാന സർക്കാർ അറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ ഒരു വശത്ത് ഈ പറയുന്ന ദൂരത്തിന് ഒരു കുറവുമില്ല, വിദേശയാത്രകൾക്ക് കുറവില്ല, ഇഷ്ടക്കാർക്ക് ശമ്പളം വർദ്ധിപ്പിക്കുന്നതിന് കുറവില്ല, അതോടൊപ്പം തന്നെ ഈ ഒരു യോഗ്യതയില്ലാതെ ചെയർമാൻ സ്ഥാനങ്ങളിലേക്ക് വരുന്ന പബ്ലിക് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ തലപ്പത്തിരിക്കുന്നവർക്ക് ക്രമാതീതമായി ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു. അതോടൊപ്പം അത്തരത്തിലുള്ള ദൂർത്തുകൾ തുടരുമ്പോഴും സംസ്ഥാനത്തിന്റെ ഇതിങ്ങനെ കടമെടുപ്പ് തുടരുകയാണ്, മറുവശത്ത് ധൂർത്തും നിർബാധം തുടരുന്നു. നോക്കൂ, ഇപ്പോഴെങ്കിലും സംസ്ഥാനം അതിനുള്ളിൽ നിന്നുകൊണ്ട് ഉൽപാദനവും വിഭവ സമാഹരണവും ഒക്കെ നടത്തി ഒരു കൃത്യമായ ദിശയിലേക്ക് പോകാൻ, ഈ കടമൊന്ന് കുറയ്ക്കാൻ, കൂടുതൽ പണം സംസ്ഥാനത്തിനുള്ളിൽ വരാൻ, അതിനൊക്കെ ഒരു ശ്രമമെങ്കിലും നടത്തുന്നുണ്ടോ? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട തമാശയായിട്ടുള്ള കാര്യം. കാരണം ഈ വിഭവ സമാഹരണത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സംസ്ഥാനത്തിന് ഉള്ളിൽ തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ധനകാര്യ സ്ഥാപനങ്ങളുണ്ട്. ഈ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും സംസ്ഥാനത്തെ ഉള്ളിൽ നിന്ന് എടുത്തിട്ടുള്ളത് 1 ലക്ഷം കോടി രൂപയാണ്. അതായത് പുറത്ത് റിസർവ് ബാങ്കിൻ്റെ കടപത്രത്തിന് പുറമെ എടുത്തേക്കുന്നത് സംസ്ഥാനത്തിന് ഉള്ളിലെ വിവിധ സ്ഥാപനങ്ങൾ നൽകേണ്ടത് 1 ലക്ഷം കോടി രൂപയാണ്. അപ്പോൾ അവിടെയും കൊടിയ കടമാണ്. ഈ വിഭവ സമാഹരണവും അതോടൊപ്പം തന്നെ ധനവിനിയോഗ നിയന്ത്രണവും ഒന്നും സംസ്ഥാനത്തിന് കാര്യമായ രീതിയിൽ നടത്താൻ സാധിക്കുന്നില്ല. ഇനിയുള്ളൊരു മാർഗം എന്ന് പറയുന്നത് കേന്ദ്രവുമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുക എന്നതാണ്. ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം നമുക്ക് ധനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രതികരണം, അല്ലെങ്കിൽ ഉൾപ്പെടെയുള്ള മന്ത്രിമാരുടെ പ്രതികരണം കേട്ടാൽ അറിയാം, രാഷ്ട്രീയപരമായിട്ട് മാത്രമേ ഇത്തരത്തിൽ എതിർപ്പുള്ളൂ. അല്ലാത്ത കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാരുമായിട്ട് നല്ല രീതിയിലാണ് കൈകോർത്ത് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ കേന്ദ്രത്തെ ഈ സംസ്ഥാനത്തിൻ്റെ ഈ ധനവിനിയോഗത്തിലുണ്ടാകുന്ന വീഴ്ചയിൽ സംസ്ഥാനത്തിന് ഇത്തരത്തിലുള്ള സാമ്പത്തിക ബാധ്യതകൾ പറഞ്ഞ് മനസ്സിലാക്കി കേന്ദ്ര സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം കടപ്പത്ര ലോൺ, അതോടൊപ്പം തന്നെ ഇത്തരം ലോണുകളൊക്കെ സംസ്ഥാനത്തിന് എടുക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് കേന്ദ്രത്തെ ഇനി അധികം പിണക്കാതെ എങ്ങനെയെങ്കിലും ഈ കടമൊക്കെ എടുത്ത് തട്ടിമുട്ടി മുന്നോട്ട് പോകുക എന്ന് മാത്രമാണ് സംസ്ഥാനത്തിന് മുന്നിലെ മാർഗം. ഇനിയിപ്പോൾ അടുത്ത സാമ്പത്തിക വർഷം വരുമ്പോൾ കടപരിധിയായിട്ട് ഒരുപക്ഷെ ആവശ്യപ്പെടാനിരിക്കുന്നത് 40,000 കോടി രൂപയായിരിക്കും. അപ്പോൾ സംസ്ഥാനത്തിൻ്റെ പൊതുകടത്തിൽ വലിയ രീതിയിലുള്ള വർധനവ് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള വിഭവ സമാഹരണം നടത്തുന്നില്ല, ശരിയായ രീതിയിലുള്ള ധനവിനിയോഗം നടത്തുന്നില്ല, പല പദ്ധതികളും വകമാറ്റി ചെലവഴിക്കുന്നു. ഈ തുക എങ്ങോട്ട് പോയെന്നോ ഒന്നും ഒരു കണക്കുമില്ല. അപ്പോൾ ഇത്തരത്തിൽ ലഭിക്കേണ്ട സെസ് പോലും പിടിച്ചെടുക്കാതെ, ലഭിക്കേണ്ട നികുതി പോലും പിടിച്ചെടുക്കാതെ, വ്യക്തമായ റവന്യൂ റിക്കവറി ഇല്ലാതെയൊക്കെ മുന്നോട്ട് പോകുന്ന ഒരു സംസ്ഥാനം ഇത്തരത്തിൽ കടത്തെ മാത്രം ആശ്രയിച്ചുകൊണ്ട്, അതായത് അടുത്ത മാസം കടമെടുത്തില്ല എങ്കിൽ സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതി എന്താണെന്ന് പോലും ഒരു നിശ്ചയമില്ലാത്തൊരു സർക്കാരാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ ധനവകുപ്പാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. എന്തായാലും ഈ കടപത്രത്തിലൂടെ എടുക്കുന്ന ലോണിന്റെ തുകയുടെ, അല്ലെങ്കിൽ അത്തരത്തിലെടുക്കുന്ന കടപത്രത്തിലൂടെ എടുക്കുന്ന വായ്പയുടെ തുകയൊക്കെ വലിയ രീതിയിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 50,000 കോടിക്ക് പുറത്താണ് സംസ്ഥാനം ഈ സാമ്പത്തിക വർഷം കടപത്രത്തിലൂടെ ലോൺ എടുത്തിരിക്കുന്നത്. കൃഷ്ണരാജ്. ശരി, ടിൻഡു ദാസാണ് വിവരങ്ങൾ നൽകിയത്. സാമ്പത്തിക പ്രതിസന്ധിയുടെ അങ്ങേയറ്റത്താണ് കേരളം എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുന്നു ടിൻഡുവിൻ്റെ ഈ വാർത്ത. ജമ്മു കാശ്മീരിൽ ഭീകര സാന്നിധ്യം കണ്ടിട്ട് 2-3 ദിവസമായി. അതിന് പിന്നാലെ തുടർച്ചയായി സൈന്യം തെരച്ചിൽ നടത്തുന്നുണ്ട്. ജമ്മു കാശ്മീരിലെ കത്വയിൽ ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുകയാണ്. 3 ഭീകരരെ സുരക്ഷാ സേന വധിച്ചു. നുഴഞ്ഞു കയറിയ ഭീകരരെയാണ് വധിച്ചത്. 3 പോലീസ് ഉദ്യോഗസ്ഥർക്ക് വീരമൃത്യു ഉണ്ടായി. ഹിരാനഗറിൽ അതിർത്തിക്കടുത്ത വനമേഖലയിലാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത്. കഴിഞ്ഞ 5 ദിവസമായി പ്രദേശത്ത് പരിശോധന തുടരുകയാണ്. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണനൊപ്പം ചേരുന്നു. ജിഷ്ണു, ഒരുപക്ഷെ ഹൈവേയിലടക്കം ഹൈ അലർട്ട് നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ ഇത് പതിവായി നമ്മൾ മുൻപ് കേൾക്കുമായിരുന്ന ഒരു ഏറ്റുമുട്ടലിൻ്റെ തീവ്രതയല്ല ഉള്ളത്. ഭീകരരുടെ സാന്നിധ്യമുണ്ട്, അവരെ അവസാനിപ്പിച്ചേ മതിയാകൂ എന്ന സൈന്യത്തിൻ്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഉറച്ച തീരുമാനമാണ് പിന്നിൽ, അല്ലേ? ഷാജ, നമസ്തേ, ഗുഡ് മോർണിംഗ്. ചൂണ്ടിക്കാട്ടിയതുപോലെ ജമ്മു കാശ്മീരിൽ കത്വ മേഖലയിൽ അതിശക്തമായ ഏറ്റുമുട്ടലാണ് കഴിഞ്ഞ ദിവസം രാത്രി നടന്നിട്ടുള്ളത്. ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുകയാണ്, പരിശോധനയും തുടരുകയാണെന്നാണ് ഉന്നത ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. പതിവിൽ നിന്ന് വിപരീതമായി കൃഷ്ണരാജ് തന്നെ പറഞ്ഞതുപോലെയും അതിർത്തിയിൽ നുഴഞ്ഞു കയറിയിട്ടുള്ള ഭീകരരാണ്. പക്ഷേ വൻ ആയുധശേഖരവുമായാണ് ഭീകരർ തമ്പടിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള ഏറ്റുമുട്ടലിൽ ഭീകരർ റോക്കറ്റ് ലോഞ്ചർ ഉൾപ്പെടെ ഉപയോഗിച്ചു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിട്ടുള്ളത്. അതുകൊണ്ട് അതിശക്തമായിട്ടുള്ള
പരിശോധനാ മേഖലയിൽ തുടരുന്നു. ഒപ്പം ജാഗ്രതാ നിർദ്ദേശം ജമ്മു സെക്ടറിൽ പൂർണ്ണമായും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജമ്മു ശ്രീനഗർ ദേശീയപാതയിൽ കർശനമായ പരിശോധന നടത്തുന്നുണ്ട്. ഒപ്പം നിയന്ത്രണ രേഖയോട് ചേർന്നിട്ടുള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെ കൂടുതൽ സേനാ വിന്യാസം നടത്തിക്കൊണ്ട് പരിശോധന നടത്തി വരികയാണ്. നേരത്തെ ഒരു IB റിപ്പോർട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് സമർപ്പിച്ചത് പാക് ചാരസംഘടനയായിട്ടുള്ള ISIയും ഒപ്പം ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ-ഇ-തോയ്ബ ഭീകര സംഘടനകളും ചേർന്നുകൊണ്ട് പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരരെ ജമ്മു കാശ്മീരിലേക്ക് എത്തിച്ച് സാധാരണക്കാർക്കിടയിൽ ഭീകരാക്രമണം നടത്തുകയും ജനങ്ങളെ ഭയപ്പെടുത്താനും ജനങ്ങൾക്കിടയിൽ വിഭാഗീയത സൃഷ്ടിക്കുവാനുമുള്ള ഗൂഢാലോചന പാക് ചാരസംഘടനയായിട്ടുള്ള ISI നടത്തി എന്ന് ഇന്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഒപ്പം സൈന്യത്തിന്റെ രഹസ്യാന്വേഷണ വിഭാഗം അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അതിർത്തി മേഖലകളിൽ അതിശക്തമായ നിരീക്ഷണം നടത്തി വരികയായിരുന്നു. ആ നിരീക്ഷണത്തിലാണ് കഴിഞ്ഞ ഞായറാഴ്ച കത്വയിൽ ഹീരാനഗർ മേഖലയിൽ നിയന്ത്രണ രേഖയോട് ചേർന്ന് ഭീകരരുടെ സാന്നിധ്യം കണ്ടെത്തിയത്. ഞായറാഴ്ച വൈകിട്ട് തന്നെ ഏകദേശം 1 മണിക്കൂർ നീണ്ടുനിന്ന ഏറ്റുമുട്ടൽ നടന്നു. ആ ഏറ്റുമുട്ടലിനൊടുവിൽ ഹീരാനഗറിലെ വനമേഖലയിലേക്ക് ഈ ഭീകരർ ഒളിക്കുകയായിരുന്നു. അവിടെ അതിശക്തമായ പരിശോധന ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടും ഒപ്പം ജമ്മു കശ്മീർ പോലീസും CRPFും സൈന്യത്തിന്റെ വിവിധ യൂണിറ്റുകളും സംയുക്തമായി പരിശോധന നടത്തി വരികയാണ്. അതിനിടയിലാണ് ഹീരാനഗർ വനമേഖലയിൽ അതിർത്തിയിൽ നിന്ന് ഏകദേശം 28 കിലോമീറ്റർ ദൂരത്തിൽ ഭീകരരുടെ സാന്നിധ്യം ഉറപ്പിച്ചത്. അവിടേക്ക് കൂടുതൽ സേനാവിന്യാസം നടത്തിക്കൊണ്ട് പ്രത്യേക ഓപ്പറേഷൻ നടത്തി. ആ പ്രത്യേക ഓപ്പറേഷനിലാണ് 3 ഭീകരരെ സൈന്യം വധിച്ചിട്ടുള്ളത്. പക്ഷേ ആ ഏറ്റുമുട്ടലിൽ രാജ്യത്തിന് 3 ഉദ്യോഗസ്ഥരുടെ ജീവൻ കൂടി നഷ്ടമായിരിക്കുകയാണ്. ജമ്മു കാശ്മീർ പോലീസിലെ 3 ഉദ്യോഗസ്ഥരാണ്. അത് താരിഖ് അഹമ്മദ്, ജസ്വന്ത് സിംഗ്, ബൽവീന്ദർ സിംഗ് എന്നീ ഉദ്യോഗസ്ഥരാണ് വീരമൃത്യു വരിച്ചിട്ടുള്ളത്. കൂടാതെ 2 സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റ സൈനികരെ ജമ്മുവിലെ ആശുപത്രിയിലേക്ക് മാറ്റി. മേഖലയിലേക്ക് കൂടുതൽ സേനാവിന്യാസം നടത്തിക്കൊണ്ട് ഭീകരരെ പൂർണ്ണമായും അവസാനിപ്പിക്കുന്നതിനുള്ള നടപടികൾ തുടർന്നു വരികയാണ് എന്നാണ് സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ ഭീകരരുടെ കയ്യിൽ വൻ ആയുധശേഖരം ഉള്ളത് കൊണ്ട് തന്നെ വളരെ കൃത്യമായ നിരീക്ഷണം നടത്തിക്കൊണ്ടും ഒപ്പം മറ്റു മേഖലകളിൽ അക്രമം ഉണ്ടാകാതിരിക്കാനുള്ള പ്രതിരോധ നടപടികൾ സ്വീകരിച്ചുകൊണ്ടുമാണ് സൈന്യത്തിന്റെ ഈ നടപടികൾ മുൻപോട്ട് പോകുന്നത്. പ്രധാനപ്പെട്ട റോഡുകൾ ജമ്മു ശ്രീനഗർ ദേശീയപാതയാണെങ്കിലും മറ്റ് നിയന്ത്രണ രേഖയിൽ അവിടെ അടുത്ത് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ അതിശക്തമായ നിരീക്ഷണവും പരിശോധനയും ഇപ്പോൾ സൈന്യം നടത്തി വരുന്നു. ജമ്മു സെക്ടറിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം ഏത് രീതിയിലുള്ള അക്രമവും ഭീകരർ നടത്താം. ഈ വനമേഖലയ്ക്ക് ഏതെങ്കിലും രീതിയിൽ പുറത്തേക്ക് കടക്കാൻ ഭീകരർക്ക് സാധിച്ചാൽ സാധാരണക്കാർക്കിടയിലേക്ക് പൊതു ഇടങ്ങളിലേക്ക് ഭീകരാക്രമണം നടത്താനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അത് തടയുന്നതിന് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കാനും ഒപ്പം ഭീകരരെ പൂർണ്ണമായും അവസാനിപ്പിക്കാനുമുള്ള നടപടിയാണ് സൈന്യത്തിന്റെ ഭാഗത്തുനിന്ന് പുരോഗമിക്കുന്നത്. ഏതായാലും നിലവിൽ ഇതുവരെയുള്ള ഏറ്റുമുട്ടലിൽ 3 ഭീകരരെ വധിക്കാൻ സൈന്യത്തിന് സാധിച്ചു. മേഖലയിൽ ഇനിയും 4 ഭീകരർ തമ്പടിച്ചിട്ടുണ്ട് എന്നാണ് സൈന്യത്തിന്റെ നിഗമനം. അതുകൊണ്ട് പ്രദേശത്തേക്ക് കൂടുതൽ സേനാവിന്യാസം നടത്തി. ജമ്മു കാശ്മീർ പോലീസിലെ 3 ഉദ്യോഗസ്ഥർക്കാണ് വീരമൃത്യു വരിച്ചിട്ടുള്ളത്. ഈ ഉന്നത ഉദ്യോഗസ്ഥരുടെ നിഗമനം പാകിസ്ഥാനിൽ നിന്ന് നുഴഞ്ഞു കയറിയിട്ടുള്ള ഒന്നുകിൽ ലഷ്കർ-ഇ-തോയ്ബ അതല്ലെങ്കിൽ ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടനയിൽ പ്രവർത്തിക്കുന്ന ഭീകരരാണ് കൊല്ലപ്പെട്ടത് എന്നാണ് നിഗമനം. അവരുടെ ഐഡന്റിറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. പക്ഷേ നുഴഞ്ഞു കയറിയ പാക് ഭീകരരാണ് കൊല്ലപ്പെട്ടത് എന്ന് സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൃഷ്ണരാജ്. കത്വയിൽ ഏറ്റുമുട്ടൽ രൂക്ഷമാണ്. 3 സുരക്ഷാ ഉദ്യോഗസ്ഥർ വീരമൃത്യു വരിച്ചു. ഒപ്പം 3 ഭീകരരെയും വധിച്ചു. പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരരാണ് നുഴഞ്ഞു കയറിയത് എന്ന വിലയിരുത്തലിലാണ് സൈന്യം. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിഷ്ണു കൃഷ്ണൻ. കൊടുങ്ങല്ലൂർ ഭരണിയും കണ്ണൂരും തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. വസൂരിമാല തെയ്യവും കൊടുങ്ങല്ലൂർ ഭഗവതിയുമായുള്ള ബന്ധമാണത്. മാത്രമല്ല ആചാരപ്പെരുമയുടെയും സംസ്കാരങ്ങളുടെയും കൂടിച്ചേരലിൻ്റെ വേദി കൂടിയാണത്. കൊടുങ്ങല്ലൂർ ഭരണിക്ക് കണ്ണൂരിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മൂപ്പന്മാരായി നിരവധി പേരാണ് പോകുന്നത്. ആ ആചാരപ്പെരുമയുടെ പ്രത്യേകത അറിയാം. കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ ഭഗവതിക്കൊപ്പം കുടികൊള്ളുന്ന ദേവിയാണ് വസൂരിമാല. ദാരികന്റെ പത്നിയായ മനോദരിയാണ് വസൂരിമാല എന്നാണ് വിശ്വാസം. അതേ വസൂരിമാലയെ മലബാറിൽ തെയ്യക്കോലമായി കെട്ടിയാടാറുണ്ട്. അതുതന്നെയാണ് കണ്ണൂരും കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തിന് കാരണം. പണ്ട് കാലങ്ങളിൽ വസൂരി വ്യാപകമായി പടർന്നു പിടിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായതല്ലോ. അത് വരുന്നത് ഈ കൊടുങ്ങല്ലൂർ അമ്മയുടെ ശ്രീ കുറുമ്പാവതിയുടെ കോപം തട്ടുമ്പോഴാണ് ആ അസുഖം പടർന്നു പിടിക്കുന്ന ഒരു വിശ്വാസം വ്യാപകമായിട്ട് നമ്മുടെ നാടുകളുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഒരു പ്രതിവിധിയായിട്ട് ചെയ്യുന്ന നേർച്ചയായിട്ട് പ്രാർത്ഥനയായിട്ട് കൊണ്ടുകൊടുക്കും കുരുമുളകും മഞ്ഞളും കൊണ്ട് ഭഗവതിക്ക് സമർപ്പിക്കുക. അതായത് ഈ നാട്ടിലുള്ള ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളും ആ നേർച്ച സമർപ്പിക്കുക ഈ ക്ഷേത്രത്തിലാണ് ഉത്സവമായെന്ന്.
നമ്മൾ ആ ഉത്സവമായിരുന്നു നമ്മൾ ഭരണിക്ക് കൊടുങ്ങല്ലൂരേക്ക് പോകും. ആ പോകുന്ന സമയത്ത് നമ്മളത് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോവുക ചെയ്യുക. കൊടുങ്ങല്ലൂർ ഭരണിക്ക് വ്രതമെടുത്ത് ചൂരൽക്കോലും മഞ്ഞൾക്കുറിയുമായാണ് മൂപ്പൻ എന്ന സ്ഥാനപ്പേരുള്ളവർ പോകുന്നത്. അവരോടൊപ്പം വിശ്വാസികളുടെ ഒരു സംഘവും ഉണ്ടാകും. നമ്മുടെ കൊടുങ്ങല്ലൂർ ഉത്സവം മീനമാസത്തിലാണ് ഉത്സവം ഉണ്ടാകല്. അതേ രീതിയിൽ തന്നെ നമ്മളെ ഈ കാവിലും മീനമാസത്തിലാണ് ഉത്സവം നടക്കൽ. ഉത്സവം നടന്ന് അതിന് ശേഷം ഇവിടുന്ന് കുറേ ആൾക്കാരുണ്ടാവും. അവരെയും കൂട്ടി കൊടുങ്ങല്ലൂരേക്ക് യാത്ര പോകും. വസൂരിമാല എന്ന് പറഞ്ഞാൽ അന്ന് ഉത്സവ ദിവസം മാത്രം ഒരു വിരുന്ന് കണ്ട കാരണം അവർക്കിടെ വേറെ ക്ഷേത്രമായിട്ടില്ല. അവർക്ക് കൊടുങ്ങല്ലൂരിന് ആചാരപ്പെട്ട് കൊടുക്കുന്ന നമ്മൾ നല്ല ചൂരക്കോലി, അതാണ് അവരെ ഇവിടുത്തെ ആയുധം. അവിടുത്തെ വാളാണെങ്കിലും ഇവർക്ക് മൂപ്പന്മാർക്ക് ഇവിടെ കിട്ടുന്നത് ചൂരക്കോലും ഈ ഭസ്മക്കുറയും കൊണ്ടാണ്, മഞ്ഞക്കുറയും കൊണ്ടാണ് അവർ എല്ലാ വീടുകളിലൊക്കെ ഇങ്ങനെ ആവശ്യങ്ങൾക്ക് പോകുന്നത്. നമ്മൾ പണ്ടൊക്കെ അറിയാം വസൂരി എന്നൊക്കെ വന്ന് രോഗമൊക്കെ വരുമ്പോൾ മറ്റേ ആളുകൾ ആ വീടുകളിലൊക്കെ ഒന്നും കയറില്ല. അന്നപ്പോൾ നമ്മൾ മൂപ്പനെ വിളിക്കും. അവർ പോയിട്ട് കുറിയൊക്കെ ഇട്ടിട്ടാണ് രോഗം ഭേദമാക്കുന്ന ഒരു ഐതിഹ്യവും ചരിത്രമൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ജില്ലയിൽ നിന്നു മാത്രം വസൂരിമാല തെയ്യവും ഘണ്ടാകർണൻ തെയ്യവും കെട്ടിയാടുന്ന കാവുകളിൽ നിന്നായി നിരവധി പേരാണ് മൂപ്പനായി കൊടുങ്ങല്ലൂരിൽ ഭരണിക്കെത്തുക. അത് വിവിധ സംസ്കാരങ്ങളുടെ സംഗമവേദി കൂടിയായി മാറുകയാണ്. അപ്പോൾ ജനം, കണ്ണൂർ. കോഴിക്കോട് ഹമാസ് ഭീകരർക്കായി മുസ്ലിം സംഘടനകൾ നടത്തിയ പ്രാർത്ഥനാ സംഗമത്തിനെതിരെ വിവിധ ക്രൈസ്തവ സംഘടനകൾ രംഗത്ത്. ഭീകരർക്ക് ഹീറോ പരിവേഷം നൽകുന്നവർക്ക് വോട്ടിലൂടെ മറുപടി നൽകുമെന്നാണ് മുന്നറിയിപ്പ്. കേരളം ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ നഴ്സറിയാണെന്നും ഇന്ന് ഹമാസ് തീവ്രവാദികൾക്ക് വേണ്ടി സംസാരിച്ചവർ നാളെ ആർക്കു വേണ്ടി സംസാരിക്കുമെന്നും ക്രൈസ്തവ സംഘടനയായ കാസ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചോദിക്കുന്നു. ദിസ്ന സുരേഷ് ഒപ്പം ചേരുന്നു. ദിസ്ന, കേരളം ഭീകര പ്രവർത്തനങ്ങളുടെ നഴ്സറി കൃത്യമായൊരു വാക്കാണ്. മാത്രമല്ല ഹമാസ് ഭീകരർക്കായി നടത്തിയ പ്രാർത്ഥനാ സംഗമത്തിന് എതിരെ രൂക്ഷമായി പറയുന്നുമുണ്ട്. എന്തൊക്കെയാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ, എന്തൊക്കെയാണ് ക്രൈസ്തവ സംഘടനകൾ പറയുന്നത്? തീർച്ചയായും കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് പാലസ്തീൻ ഐക്യദാർഢ്യ റാലി എന്ന പേരിൽ ഹമാസ് തീവ്രവാദികൾക്കായി പ്രാർത്ഥനാ റാവ് നടത്തിയത്. ഇതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനവുമായാണ് ക്രൈസ്തവ സംഘടന കാസ രംഗത്ത് വന്നിരിക്കുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അവർ അവരുടെ വിമർശനം, അല്ലെങ്കിൽ ഇതിനെതിരെ വലിയ രീതിയിൽ അവരുടെ വിമർശനം എഴുതിയിട്ടിരിക്കുന്നത്. പ്രധാനമായും നേരത്തെ കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ തീവ്രവാദികളുടെ അല്ലെങ്കിൽ തീവ്രവാദ കേന്ദ്രങ്ങളുടെ ഒരു നഴ്സറിയായി കേരളം മാറിയിരിക്കുകയാണ്. ഇത്തരത്തിൽ ഇതിന് കൂട്ടുനിൽക്കുന്നത് കോൺഗ്രസും ഇടതുപക്ഷ രാഷ്ട്രീയ കക്ഷികളും അടക്കമുള്ള ആളുകളാണ് എന്നൊരു വിമർശനം തന്നെയാണ് കാസ രംഗത്ത് വെച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും പറയുന്നത് ഇത്തരത്തിൽ ഭീകരർക്ക് വേണ്ടി സംസാരിച്ചു, ഇനി നാളെ ആർക്കു വേണ്ടിയായിരിക്കും ഇവർ ഇത്തരത്തിലുള്ള പ്രാർത്ഥനാ റാവുകൾ സംഘടിപ്പിക്കുക എന്നൊരു ചോദ്യം തന്നെയാണ് കാസ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും കാസ എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്. ഇതിന് മറുപടി നൽകേണ്ടത് വോട്ട് ബാങ്കിലൂടെയാണ്, അല്ലെങ്കിൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ വോട്ടിലൂടെയാണ് ഈ കാര്യങ്ങൾക്കൊക്കെ തന്നെയും നിശബ്ദമായി മറുപടി നൽകേണ്ടത് എന്നൊരു കാര്യം കൂടി കാസ വ്യക്തമാക്കിയിട്ടുണ്ട്. നമുക്കറിയാം ഇത്തരത്തിലുള്ള പ്രാർത്ഥനാ റാവുകൾ സംഘടിപ്പിക്കുന്നതിനൊക്കെ തന്നെയും വലിയ രീതിയിൽ വിമർശിച്ച് ക്രൈസ്തവ സംഘടനയായ കാസ രംഗത്ത് വന്നിട്ടുണ്ട്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തന്നെയാണ് അവരുടെ വിമർശനങ്ങൾ എഴുതി അറിയിക്കാറുള്ളത്. നമുക്കറിയാം കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് കടപ്പുറത്ത് ഇത്തരത്തിലുള്ള ഒരു പ്രാർത്ഥനാ റാവ് നടത്തിയത്. ചിത്രങ്ങൾ ഉൾപ്പെടെ ഈ തീവ്രവാദികളുടെ ഉൾപ്പെടെ ഫോട്ടോകൾ അടക്കം പ്രദർശിപ്പിച്ചുള്ള ഒരു പ്രാർത്ഥനാ റാവായിരുന്നു നടത്തിയത്. ഇതിനെതിരെ വലിയ രീതിയിൽ കൃത്യമായൊരു വിമർശനവും അതോടൊപ്പം തന്നെ അടുത്ത തിരഞ്ഞെടുപ്പിൽ വോട്ട് ബാങ്കിലൂടെ ഇതിന് മറുപടി നൽകണം എന്നൊരു കാര്യം തന്നെയാണ് ഈ ക്രൈസ്തവ സംഘടനയായ കാസ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. നിരവധി തവണ ഇത്തരത്തിലുള്ള പരിപാടികൾ നടക്കുമ്പോഴും കാസ ഇത്തരത്തിൽ തന്നെയാണ് അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത് എന്ന് തന്നെയാണ്. അവർ പ്രധാനമായും മറ്റൊരു കാര്യം കൂടി എടുത്തു പറയുന്നു. ഇതിന് വെള്ളവും വളവും ഒഴിച്ചു കൊടുക്കുന്നത് കോൺഗ്രസും ഇടതുപക്ഷവുമാണ് എന്നൊരു കാര്യം കൂടി കാസ വ്യക്തമാക്കുന്നുണ്ട്. കൃഷ്ണരാജ്, നമുക്കറിയാം ഈ വോട്ടിനു വേണ്ടി ഇത്തരത്തിൽ അതായത് ന്യൂനപക്ഷ വോട്ടിനു വേണ്ടി ഇത്തരത്തിൽ പ്രീണനം നടത്തുന്ന ഒരു സ്വഭാവം ഈ സംഘടനകൾക്കുണ്ട്, അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ കക്ഷികൾക്കുണ്ട് എന്നത് തന്നെ കഴിഞ്ഞ ദിവസം നമുക്ക് വ്യക്തമായതാണ്. ആ പരിപാടിയിൽ കോൺഗ്രസിലെയും മുസ്ലിം ലീഗിലെയും ഒക്കെ തന്നെയും പ്രധാനപ്പെട്ട നേതാക്കന്മാർ പങ്കെടുത്തു എന്നത് തന്നെയാണ് ഏറ്റവും വസ്തുനിഷ്ഠമായി പറയാൻ കഴിയുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്ന ആളുകളെ അല്ലെങ്കിൽ സംഘടനകൾക്ക് ഈ വോട്ട് ബാങ്കിലൂടെയാണ് നമ്മൾ മറുപടി നൽകേണ്ടത് എന്നൊരു സന്ദേശം അല്ലെങ്കിൽ എന്നൊരു നിർദ്ദേശം തന്നെയാണ് കാസ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. കൃഷ്ണരാജ്, ദിസ്നയാണ് വിവരങ്ങൾ നൽകിയത്.
കോട്ടയം നഴ്സിംഗ് കോളേജ് റാഗിങ്ങിൽ പ്രതികൾ നടത്തിയത് കൊടും ക്രൂരതയെന്ന് കുറ്റപത്രം. കുറ്റപത്രം ഇന്ന് സമർപ്പിക്കും. കേസിൽ 5 പ്രതികൾ മാത്രമാണ്. 40 സാക്ഷികളും 32 രേഖകളും കുറ്റപത്രത്തിനൊപ്പം സമർപ്പിക്കും. റാഗിംഗ് പുറത്തു പറയാതിരിക്കാൻ പ്രതികൾ ഭീഷണിപ്പെടുത്തി ഹോസ്റ്റലിൽ സ്ഥിരമായി മദ്യപിച്ചിരുന്നുവെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. പീഡനത്തിൻ്റെ ദൃശ്യങ്ങളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലവും കോടതിയിൽ നൽകും. മിഥുൻ അയ്യപ്പനൊപ്പം ചേരുന്നു. മിഥുൻ, അതിക്രൂരമാണ് റാഗിംഗ്, കൊടും ക്രൂരത എന്നാണ് കുറ്റപത്രത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. അതായത് എല്ലാ അർത്ഥത്തിലും പോലീസ് പറഞ്ഞത്, സാക്ഷികൾ പറഞ്ഞത് ശരിവെക്കുന്നതാണ് കുറ്റപത്രം. വിശദാംശങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് കുറ്റപത്രം എന്നുള്ളതാണ്. ഇന്ന് ഏറ്റുമാനൂർ കോടതിയിൽ അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കും. ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന വിവരങ്ങളുടെ എല്ലാം അംഗീകരിക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ അതിനെ പിന്തുണയ്ക്കുന്ന തരത്തിലാണ് കുറ്റപത്രം എത്തിയിരിക്കുന്നത്. പ്രധാനമായും 5 പ്രതികൾ മാത്രമാണ് കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. നേരത്തെ വലിയ രീതിയിലുള്ള വിമർശനം ഉയർന്നിരുന്നു. കോളേജ് അധികൃതരെയും അതുപോലെ തന്നെ പ്രിൻസിപ്പളും കോളേജ് ഹോസ്റ്റൽ ചുമതലക്കാരനും അടക്കം ഇതിൽ പ്രതി ചേർക്കണമെന്നുള്ള കാര്യം ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അന്വേഷണ സംഘം അക്കാര്യത്തിലേക്ക് കടന്നിട്ടില്ല എന്നുള്ളതാണ്. പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ളത് ഈ റാഗിങ്ങിൽ നേരിട്ട് പങ്കാളികളായിട്ടുള്ള സീനിയർ വിദ്യാർത്ഥികൾ മാത്രമാണ്. അങ്ങനെ അറസ്റ്റിലായിട്ടുള്ള 5 പേരിൽ മാത്രമായി കേസ് അന്വേഷണം ചുരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, അതിക്രൂരമായിട്ടുള്ള പീഡനമാണ് സീനിയർ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് ജൂനിയർ വിദ്യാർത്ഥികൾ നേരിട്ടത് എന്നത് കൃത്യമായി പറയുന്നു. ഒരു ആതുര സേവനത്തിന് മാതൃകയാവേണ്ടവർ നടത്തിയത് കടുത്ത പീഡനമാണ്. ഈ റാഗിംഗ് പുറത്തു പറയാതിരിക്കാൻ ഈ പ്രതികൾ നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നു. ഏതാണ്ട് 4 മാസത്തോളമാണ് ഇത്രത്തോളം പീഡനം നടന്നത് എന്ന് ഇതിൽ പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഹോസ്റ്റലിൽ സ്ഥിരമായി മദ്യപിച്ചിരുന്നു. പുറത്തു വന്നിരിക്കുന്നത് പീഡനത്തിന്റെ ദൃശ്യങ്ങളുണ്ട്. ആ ദൃശ്യങ്ങൾ പ്രധാനപ്പെട്ട തെളിവായിട്ടാണ് കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഈ ദൃശ്യങ്ങളുടെ ശാസ്ത്രീയ പരിശോധന ഫലവും കോടതിയിൽ നൽകും. ആകെ 40 സാക്ഷികളാണ് ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. കുറ്റപത്ര പ്രകാരം ഈ 32 രേഖകളും ഈ കുറ്റപത്രത്തിനൊപ്പം സമർപ്പിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ വിശദമായിട്ടുള്ള വിവരങ്ങൾ അടങ്ങുന്നതാണ് ഈ കുറ്റപത്രം എന്നുള്ളതാണ്. കടുത്ത പീഡനമാണ് ഈ സീനിയർ വിദ്യാർത്ഥികൾ നടത്തിയത്. അതിൽ പലപ്പോഴും ഈ പീഡനത്തെ തുടർന്ന് ജൂനിയർ വിദ്യാർത്ഥികൾ നിലവിളിക്കുമ്പോൾ അത് കണ്ട് ആസ്വദിച്ചിരുന്നുവെന്നും അവരുടെ ദൃശ്യങ്ങൾ പകർത്തിയിരുന്നുവെന്നും ആണ് ഈ ക്രൂരതയുടെ ആഴം വ്യക്തമാക്കുന്ന തരത്തിൽ കുറ്റപത്രത്തിൽ പ്രതിപാദിക്കുന്നത്. ഇത്തരത്തിൽ വിശദമായിട്ടുള്ള വിവരങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് കുറ്റപത്രം. ഒപ്പം തന്നെ ഈ കോളേജിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ വിദ്യാർത്ഥികൾ, ഈ സീനിയർ വിദ്യാർത്ഥികൾ നൽകിയിരിക്കുന്ന റാഗിങ്ങുമായി ബന്ധപ്പെട്ട നടപടികളുടെ ഭാഗമാവില്ല എന്ന് സംബന്ധിച്ചൊരു സത്യവാങ്മൂലമുണ്ട്. ഈ സത്യവാങ്മൂലവും പ്രധാന രേഖയായി കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് മിഥുൻ, ഈ കൊടും ക്രൂരതയ്ക്കപ്പുറം പതിവായി ഹോസ്റ്റലിൽ മദ്യപിച്ചിരുന്നു പ്രതികൾ എന്നുകൂടി പറയുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും പതിവായി മദ്യപിച്ചിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, ഈ മദ്യപിക്കാൻ വേണ്ടി ഈ ജൂനിയർ വിദ്യാർത്ഥികളിൽ നിന്ന് പണം പിരിച്ചിരുന്നു. അതിന്റെ രേഖകളുമെല്ലാം ഇതിനൊപ്പം സമർപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ പ്രതികളിലെ ഒരാളുടെ ഗൂഗിൾ പേ വഴി ഇത്തരത്തിൽ പണപ്പിരിവ് നടത്തിയിരുന്നു. അത് പല കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികളുടെ വിശേഷ അവസരങ്ങൾ, അതുപോലെ തന്നെ പിറന്നാളുകൾ, ഇതെല്ലാം ഇത്തരം വിശേഷ അവസരങ്ങൾ ചൂണ്ടിക്കാണിച്ച് മദ്യപിക്കാൻ വേണ്ടി പണപ്പിരിവ് നടത്തിയിരുന്നു. ഇത്തരത്തിൽ പണം നൽകാത്ത വിദ്യാർത്ഥികളെ പീഡിപ്പിച്ചിരുന്നു എന്നുള്ളതെല്ലാം തന്നെയാണ് ഈ കേസുമായി പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ. ഇക്കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. സ്ഥിരമായി മദ്യപിച്ചിരുന്നു എന്ന് പറയുമ്പോൾ ഇത്തരത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹോസ്റ്റൽ വാർഡനെല്ലാം തന്നെ അറിയേണ്ടതല്ലേ എന്നുള്ള ചോദ്യമെല്ലാം തന്നെ ബാക്കിയാണ്. പക്ഷെ നിലവിൽ അവരെ ഈ 5 പ്രതികളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ വിശദമായിട്ടുള്ള ഈ നടന്ന പീഡനത്തിന്റെ വിശദമായിട്ടുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. കോട്ടയം നഴ്സിംഗ് കോളേജ് റാഗിങ്ങിൽ പ്രതികൾ നടത്തിയത് കൊടും ക്രൂരതയെന്ന് കുറ്റപത്രം പറയുന്നു. കുറ്റപത്രം ഇന്ന് സമർപ്പിക്കും. വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ അയ്യപ്പൻ. അമേരിക്കയുമായി കാലങ്ങളായി നിലനിന്ന ബന്ധം അവസാനിച്ചതായി കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി. സാമ്പത്തിക രംഗത്തെ ആഴത്തിലുള്ള ബന്ധവും സൈനിക സുരക്ഷാ തലങ്ങളിലെ സഹകരണവും അവസാനിച്ചു. കാനഡയുടെ സാമ്പത്തിക രംഗം പുനരാവിഷ്കരിക്കേണ്ട സാഹചര്യമാണെന്നും മാർക്ക് കാർണി പറഞ്ഞു. കാറുകൾക്കും കാർ പാർട്സിനും നികുതി ഏർപ്പെടുത്താനുള്ള തീരുമാനവും കാനഡയെ സാമ്പത്തികമായി ഉലയ്ക്കുമെന്നും
അദ്ദേഹം കൂട്ടിച്ചേർത്തു. Our biggest challenge as a country is becoming the most urgent. Over the coming weeks, months, and years, we must fundamentally reimagine our economy. We will need to ensure that Canada can succeed in a drastically different world. The old relationship we had with the United States, based on deepening integration of our economies and tight security and military cooperations, is over. What exactly the United States does next is unclear. But what is clear is that we as Canadians have agency. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നു. ഐസൻ, വിവിധ രാജ്യങ്ങൾ സഹകരണം മെച്ചപ്പെടുത്താൻ പരമാവധി ശ്രമിക്കുമ്പോൾ, അതിനായുള്ള ഉഭയകക്ഷി ചർച്ചകൾ നയതന്ത്ര ബന്ധം ആഴത്തിലാക്കാൻ ശ്രമം തുടരുമ്പോൾ, ഇവിടെ കാനഡ പറയുന്നു അമേരിക്കയുമായുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിക്കുന്നുവെന്ന്. അങ്ങനെ അമേരിക്കയെ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് കാനഡയ്ക്ക് മുന്നോട്ട് പോക്ക് അത്ര എളുപ്പമോ? കൃഷ്ണ, തീർച്ചയായും ഈ വിഷയത്തിന്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതാണ്. അദ്ദേഹം ക്യാബിനറ്റ് മീറ്റിംഗിന് ശേഷം നടന്ന ഒരു ബ്രീഫിംഗിലാണ് ഇക്കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞത്. നമ്മളിപ്പോൾ കേട്ടതുപോലെ ആ ബന്ധമെല്ലാം അവസാനിച്ചുവെന്ന് അദ്ദേഹം വളരെ കൃത്യമായി പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഏപ്രിൽ 28 തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു കാനഡയിൽ എന്ന ഒരു യാഥാർത്ഥ്യവും നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇദ്ദേഹത്തിന്റെ വളരെ കൃത്യമായൊരു നിലപാട്, അതായത് മാർക്ക് കാർണി ഒരു നിലപാട് പറയുന്നത്. അത് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതാണ് അമേരിക്കയ്ക്കെതിരായ ശക്തമായ ഒരു വികാരം വളർത്തിയെടുക്കുക, ആ വളർത്തിയെടുത്ത വികാരം വോട്ടാക്കി മാറ്റുക എന്ന കൃത്യമായ ഒരു അജണ്ട തന്നെയാണുള്ളത്. അതിന്റെ ഭാഗമായാണ് കാറിന്റെയും കാർ പാർട്സിന്റെയും കാര്യങ്ങളും അതുപോലെ തന്നെ 25% നികുതി ചുമത്തിയ വിഷയങ്ങളും അധിക താരിഫ് ചുമത്തിയ വിഷയങ്ങളും എല്ലാം തന്നെ പരാമർശിക്കപ്പെട്ടത്. ഈ ഒരു പശ്ചാത്തലം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും ഏറ്റവും കുറഞ്ഞ കാലഘട്ടം, അതായത് 37 മുതൽ 51 ദിവസം വരെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി സമയമുണ്ടാകണം എന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഒരു സംവിധാനമാണ് കാനഡയിലെ ഭരണഘടന നിലനിൽക്കുന്ന ഭരണഘടന. ആ ഭരണഘടനയിൽ ഏറ്റവും കുറഞ്ഞ ദിവസം 37 ദിവസം മാത്രം പ്രചരണത്തിനായി തെരഞ്ഞെടുക്കുകയും അല്ലെങ്കിൽ ആ ഇടവേള മാത്രം ലഭ്യമാക്കുകയും ശക്തമായ പ്രചരണം നടത്തുകയും മാർക്ക് കാർണി ഈ കാനഡ മുഴുവൻ സഞ്ചരിക്കുകയും ചെയ്ത് കൃത്യമായി ഈ അമേരിക്കൻ വിരുദ്ധ വികാരം കൃത്യമായി ജനങ്ങളോട് പറയാനുള്ള ഒരു നീക്കം തന്നെയാണ് നടക്കുന്നത്. നമുക്കറിയാവുന്നതാണ് പല വിഘടനവാദ സ്വഭാവങ്ങളെയും അംഗീകരിക്കുന്ന ഒരു നിലപാട് കാനഡയുടെ ലിബറൽ പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. നമുക്കറിയാവുന്നതാണ് ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് പറയുന്ന ഖാലിസ്ഥാൻ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന പാർട്ടി ഈ കാനഡയുടെ നിലവിലെ നേരത്തെ ഉണ്ടായിരുന്ന ജസ്റ്റിൻ ട്രൂഡോ ഗവൺമെന്റിനെ പിന്തുണച്ചിരുന്നു എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. പിന്നീട് പിന്തുണ പിൻവലിച്ചു. ആശയപരമായ പ്രശ്നങ്ങളല്ല, മറിച്ച് ചില ഭരണപരമായ പ്രശ്നങ്ങളാണ് എങ്കിൽ കൂടി ആ പിന്തുണ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഒരു അമേരിക്കൻ വിരുദ്ധ വികാരം വളരെ കൃത്യമായി ഉണ്ടാക്കുക എന്ന അജണ്ടയോടുകൂടി കൃത്യമായ ചില വാക്കുകൾ കാർണിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അത് എങ്ങനെയൊക്കെ അമേരിക്കൻ വിരുദ്ധ വികാരങ്ങൾ, അമേരിക്കക്കെതിരായ വികാരങ്ങൾ വോട്ടാക്കി മാറ്റാമെന്നാണ്. നമുക്കറിയാവുന്നതാണ് ഈ മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ മറ്റു അത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങളുടെ കടത്തുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ വിമർശനമേൽക്കേണ്ടി വന്നിട്ടുണ്ട് കാനഡയ്ക്ക്. അതുകൊണ്ട് തന്നെ അത്തരം വിഷയങ്ങളെല്ലാം തന്നെ ഒരു കനേഡിയൻ സമൂഹത്തിനെതിരായ ഒരു വിമർശനമായി കണക്കാക്കി അമേരിക്കയെ ഒരു ശത്രുസ്ഥാനത്ത് നിർത്തി കൃത്യമായ ഒരു രാഷ്ട്രീയ നീക്കം തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നുണ്ട് ഈ സമ്പദ് വ്യവസ്ഥ അമേരിക്കയെ ആശ്രയിച്ചുകൊണ്ട് നിലനിന്നിരുന്ന പല സമ്പദ്ഘടനകളിലും വലിയ ആഘാതം സൃഷ്ടിക്കുന്ന നീക്കങ്ങൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായി. അതുകൊണ്ട് തന്നെ അത്തരം നീക്കങ്ങൾ വൻതോതിൽ സാമ്പത്തിക രംഗത്തെ ഉലയ്ക്കുന്നുണ്ട്. അതെല്ലാം തന്നെ പുനരാവിഷ്കരിക്കേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അത് കാറുകളുടെ കാനഡ അമേരിക്കയുമായുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ചെന്ന് പറയുന്നു. അതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്ന് ഐസൻ റിപ്പോർട്ട് ചെയ്യുന്നു. ഐസൻ, തുടരുക. വിവിധ രാജ്യങ്ങളിൽ നിന്ന് പഠന വിസയുമായി അമേരിക്കയിലെത്തുന്ന വിദ്യാർത്ഥികൾക്ക് മുന്നറിയിപ്പ് നൽകി മാർക്കോ റൂബിയോ. വിദേശ വിദ്യാർത്ഥികൾ അമേരിക്കയിലെ യൂണിവേഴ്സിറ്റികളിലേക്ക് വരുന്നത് പഠിക്കാനാണ്, കലാപം സൃഷ്ടിക്കാനും ലൈബ്രറികൾ പിടിച്ചടക്കാനും സഹപാഠികളെ ഉപദ്രവിക്കാനുമല്ല. അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള ലക്ഷ്യത്തോടെ അമേരിക്കയിലെത്തുന്നവരുടെ വിസ റദ്ദാക്കും. അക്കൂട്ടരെ നാട് കടത്തുമെന്നും US സ്റ്റേറ്റ് സെക്രട്ടറി അറിയിച്ചു. 300-ലേറെ വിദേശ വിദ്യാർത്ഥികളുടെ വിസ ഇക്കാരണത്താൽ റദ്ദാക്കിയിട്ടുണ്ടെന്നും മാർക്കോ റൂബിയോ പറഞ്ഞു. Let me just send this message out. If you apply for a visa to enter the United States and be a student, and you tell us that the reason why you're coming to the United States is not just because you want to write op-eds, but because you want to participate in movements that are involved in doing things like vandalizing universities, harassing students, taking over buildings, creating a ruckus, we're not going to give you a visa. If you lie to us
and get a visa and then enter the United States and with that visa participate in that sort of activity, we're going to take away your visa. And once you've lost your visa, you're no longer legally in the United States, and we have a right, like every country in the world has a right, to remove you from our country. So it's just that simple. I think it's crazy. I think it's stupid for any country in the world to welcome people into their country that are going to go to your universities as visitors. They're visitors. And say, I'm going to your universities to start a riot. I'm going to your universities to take over a library and harass people. I don't care what movement you're involved in. വീണ്ടും ഐസൻ ചേരുന്നു. ഐസൻ പറയൂ. തീർച്ചയായും കൃഷ്ണ, നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളിലെ കാർക്കശ്യം തന്നെ കേട്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നത്, മാർക്കോ റൂബിയോ കൃത്യമായ ഒരു സന്ദേശം തന്നെയാണ് വിദേശ വിദ്യാർത്ഥികൾക്ക് നൽകുന്നത്. ഈ അടുത്ത ദിവസം, അതായത് 2 ദിവസം മുമ്പാണ് തുർക്കിയിലെ ഒരു വിദ്യാർത്ഥി, PhD സ്കോളറായ ഒരു വിദ്യാർത്ഥി അവിടെ എത്തി ഇത്തരത്തിലുള്ള ഹമാസ് അനുകൂല നിലപാടുകളും അത്തരത്തിലുള്ള പ്രശ്നങ്ങളിലെല്ലാം തന്നെ ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അദ്ദേഹത്തെ പുറത്താക്കുന്ന, ആ വിദ്യാർത്ഥിയെ പുറത്താക്കുന്ന ഒരു നടപടി ഉണ്ടായി. അതുപോലെ 300ഓളം വിദ്യാർത്ഥികളെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, അതായത് രാജ്യത്തിന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തിയതിനെ, അമേരിക്കൻ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തിയതിനെ പുറത്താക്കിയിട്ടുണ്ട്. അവരുടെ വിസ തിരിച്ചെടുത്തിട്ടുണ്ട്. F1 വിസ എന്ന് പറയുന്ന വിദ്യാർത്ഥികൾക്കുള്ള വിസ തിരിച്ചെടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അത് റിവോക്ക് ചെയ്തിട്ടുണ്ട് എന്ന് വളരെ കൃത്യമായി അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, കൃത്യമായ ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഈ വിദേശ വിദ്യാർത്ഥികളൊന്നും തന്നെ ഇവിടെ എത്തുന്നത് പഠിക്കാനാണ്, അല്ലാതെ ഇവിടെ നടക്കുന്ന കലാപങ്ങളിൽ ഭാഗമാകാനോ അല്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ ഇന്റഗ്രിറ്റിയെ അല്ലെങ്കിൽ അഖണ്ഡതയെ തകർക്കാനോ അതുപോലെ മറ്റു നീക്കങ്ങൾ, ഇവിടെയുള്ള വിദ്യാർത്ഥികളെ ആക്രമിക്കാനോ കെട്ടിടങ്ങൾ പിടിച്ചടക്കാനോ അല്ല. ഇത് വളരെ കൃത്യമായി ഈ സംഭവങ്ങളെല്ലാം ഉണ്ടായതാണ്. കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിട്ടുണ്ട്, അതുപോലെ തന്നെ കോർണൽ യൂണിവേഴ്സിറ്റിയിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായത് കൂടി കൃത്യമായി നമുക്ക് ഇതിൽ നിന്നും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള നടപടികൾ യൂണിവേഴ്സിറ്റികൾ കേന്ദ്രീകരിച്ച് നടത്താൻ വിദേശ വിദ്യാർത്ഥികൾ അമേരിക്കയിൽ എത്തുന്നതിനെ ഒരു തരത്തിലും അംഗീകരിക്കില്ല. അവരെ എല്ലാം തന്നെ പുറത്താക്കുക തന്നെ ചെയ്യുമെന്ന വളരെ കൃത്യമായ സമാധാന പുനഃസ്ഥാപനത്തിന്റെ ഭാഗമായുള്ള കൃത്യമായ നടപടിയായി തന്നെയാണ് അദ്ദേഹം ശക്തമായ ഒരു മുന്നറിയിപ്പ് തന്നെ നൽകിയിരിക്കുന്നത്. ഈ മുന്നറിയിപ്പിൽ നിന്ന് തന്നെ നമുക്ക് വായിച്ചെടുക്കാം എന്തായിരിക്കും തുടർന്നും ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന വിദ്യാർത്ഥികളുടെ ഭാവി എന്നതും ആ ഭാവി അവർക്ക് അനുകൂലമല്ല എന്ന കൃത്യമായ നിലപാടും അദ്ദേഹം പറയുന്നുണ്ട്. നമുക്കറിയാവുന്നതാണ്, കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ വിഷയമാകട്ടെ അതുപോലെ തന്നെ കോർണൽ യൂണിവേഴ്സിറ്റിയുടെ വിഷയമാകട്ടെ, ഈ യൂണിവേഴ്സിറ്റികളൊന്നും തന്നെ നടപടികൾ സ്വീകരിക്കുന്നതിൽ വിമുഖത കൽപ്പിച്ച ഒരു സാഹചര്യത്തിൽ കടുത്ത നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും അവർക്കുള്ള ഫണ്ട് വെട്ടിച്ചെടുക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്തു. ഇത്തരത്തിൽ തീവ്രവാദ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ മറ്റു ഭീകര സ്വഭാവമുള്ള സംഘടനകളുടെ പ്രവർത്തനങ്ങളും ഈ അമേരിക്കൻ നയങ്ങൾക്കെതിരായ പ്രവർത്തനങ്ങളും അമേരിക്കയുടെ മണ്ണിൽ ചെന്ന് തന്നെ വിസിറ്റേഴ്സായി എത്തി, കൃത്യമായ വാക്കാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്, സന്ദർശകരായി എത്തി ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് അംഗീകരിക്കാനാവില്ല. അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരെ നാട് കടത്തുക തന്നെ ചെയ്യും, അവരുടെ വിസ തിരിച്ചെടുക്കുകയും ചെയ്യും. ഒരു രാജ്യവും ചെയ്യുന്ന ഏത് രാജ്യത്തിനുമുള്ള അധികാരമാണതെന്നും അദ്ദേഹം പറയുന്നു. ശരി, ഈ മണിക്കൂറിലെ പ്രധാന വാർത്ത. കോട്ടയം നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് കൊടും ക്രൂരതയെന്ന് കുറ്റപത്രം. ആതുര സേവനത്തിന് മാതൃകയാകേണ്ടവർ ചെയ്തത് പീഡനം. അന്വേഷണ സംഘം ഇന്ന് ഏറ്റുമാനൂർ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കും. പ്രതികൾ സ്ഥിരം ലഹരി ഉപയോഗിക്കുന്നവരെന്നും പോലീസ്. ജമ്മുകശ്മീരിലെ കത്വയിൽ ഏറ്റുമുട്ടൽ രൂക്ഷം. 3 ഭീകരരെ വധിച്ച് സൈന്യം. 3 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് വീരമൃത്യു. രജൌരിയിൽ ഭീകരത്താവളം കണ്ടെത്തി സൈന്യം. പത്താൻകോട്ട് ജമ്മു ഹൈവേയിൽ കനത്ത ജാഗ്രത. സംസ്ഥാന ജല അതോറിറ്റിയിലെ സെസ് പിരിവിൽ ഗുരുതര വീഴ്ച. ചെക്കുകളും DD-കളും ട്രഷറി അക്കൗണ്ടിൽ നിക്ഷേപിക്കാതെ സർക്കാർ. കാരണം ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയെന്ന് CAG റിപ്പോർട്ട്. ജനം ബ്രേക്കിംഗ്. പുതിയ ടീമിനെ ഒരുക്കിയെടുക്കാൻ BJP. സംസ്ഥാന കോർ കമ്മിറ്റി യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ചർച്ചയാകും. പുതിയ തന്ത്രങ്ങളുമായി രാജീവ് ചന്ദ്രശേഖർ. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ വിഷയം ഇന്ന് ഹൈക്കോടതിയിൽ. സർക്കാർ അപ്പീൽ പരിഗണിക്കും. നിയമനം റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് ഉത്തരവ് റദ്ദാക്കണമെന്ന് ഹർജിക്കാർ. മുഖ്യമന്ത്രിയുടെ മകളുടെ മാസപ്പടി കേസിൽ വിജിലൻസ് വരുമോ? ഹർജികളിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. 1,72,00,000 കൈപ്പറ്റിയത് കോടതി നേരിട്ട് അന്വേഷിക്കണമെന്ന ആവശ്യം. ആശാസമരം 47-ാം ദിവസം. കൂടുതൽ കരുത്തോടെ മുന്നോട്ടെന്ന് പ്രഖ്യാപനം. നിരാഹാര സമരം 9-ാം നാൾ.
പുതുച്ചേരി സർക്കാരിനെ കേരള സർക്കാർ മാതൃകയാക്കണമെന്ന ആശമാർ. IPL ലക്നൌവിന് സൂപ്പർ വിജയം. ഹൈദരാബാദിനെ തകർത്തത് 5 വിക്കറ്റിന്. 4 വിക്കറ്റ് എടുത്ത ഷാർദുൽ താക്കൂർ വിജയശില്പി. മലപ്പുറത്ത് ലഹരി മരുന്ന് നിറച്ച സിറിഞ്ചിലൂടെ HIV ബാധിച്ചതോടെ പരിശോധന ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. വളാഞ്ചേരിയിൽ 10 പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചിരുന്നു. സിറിഞ്ചിൽ ലഹരി നിറച്ച് ശരീരത്തിൽ കുത്തിവെച്ചവർക്കാണ് HIV പകരുന്നത്. കൂട്ടുകൂടി ഒരേ സൂചി ഉപയോഗിച്ചവരിലാണ് വ്യാപനം കണ്ടെത്തിയത്. വിവരങ്ങളുമായി ശിവദാസ് കന്മനം ഒപ്പം ചേരുന്നു. ശിവദാസ്, ഏറെ ഞെട്ടിപ്പിച്ച വാർത്തയാണ്. മലപ്പുറത്ത് വളാഞ്ചേരിയിൽ 10 പേരുടെ HIV ബാധ എങ്ങനെ ഉണ്ടായി എന്ന്. ഈ ലഹരി വ്യാപനം ഒരു വശത്ത് ക്രമാതീതമായി വർദ്ധിക്കുന്നു, ലഹരി കേസുകൾ കൂടുന്നു, മറുവശത്ത് ഇങ്ങനെയും ചില വലിയ അപകടങ്ങൾ, അല്ലേ? തീർച്ചയായും ഒരു ഭാഗത്ത് ലഹരി വ്യാപനം വ്യാപകമായി തന്നെ വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇപ്പോൾ അതുവഴി തന്നെ ഇത്തരത്തിൽ HIV അടക്കം പടരുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് ഒരു ഞെട്ടിപ്പിക്കുന്ന സംഭവം തന്നെയാണ്. ഏറെ ഗൗരവത്തോടെ തന്നെ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയം കൂടിയാണ് ഇത്. ലഹരി ഉപയോഗിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സിറിഞ്ച് വഴിയാണ് ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മലപ്പുറം ജില്ലയിൽ 10 പേർക്ക് HIV ബാധ കണ്ടെത്തിയിരിക്കുന്നത്, സ്ഥിരീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 2 മാസത്തിനിടെ നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ 10 പേർക്ക്, വളാഞ്ചേരിയിലുള്ള 10 പേർക്ക് എയ്ഡ്സ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ആദ്യം ഒരു മലയാളിയെ പരിശോധിച്ചതിലൂടെ ഇയാൾക്ക് ഈ രോഗം സ്ഥിരീകരിക്കുകയായിരുന്നു. അതിനുശേഷം ഇയാളുടെ കൂടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള ആളുകളെ കൂടി പരിശോധിച്ച് അതിനുശേഷമാണ് മറ്റുള്ളവർക്കും ഇത്തരത്തിൽ രോഗം സ്ഥിരീകരിച്ചത്. അതായത് കഴിഞ്ഞ 2 മാസത്തിനിടെ വിവിധ സ്ഥലങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് ഈ ഒരു HIV ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. 3 ഇതര സംസ്ഥാന തൊഴിലാളികൾക്കും 7 മലയാളികൾക്കുമാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് തുടർ നടപടികളിലേക്ക് ആരോഗ്യവകുപ്പ് കടന്നിരിക്കുകയാണ്. മറ്റ് ഇടങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ പരിശോധനയും അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് തുടർ നടപടികളും ഊർജിതമാക്കിയിരിക്കുകയാണ് ആരോഗ്യവകുപ്പ്. കാരണം നമുക്കറിയാം, സിറിഞ്ച് ഉപയോഗിച്ച് വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്ന നിരവധി ആളുകളുണ്ട്. പലപ്പോഴും ഇത് അതീവ രഹസ്യമായിട്ടാണ് ഇവർ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരോഗ്യവകുപ്പിനെ ഇത് കണ്ടെത്തുക എന്നുള്ളത് വലിയ ഒരു വെല്ലുവിളി തന്നെയാണ്. അതോടൊപ്പം തന്നെ വിഹിത ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ആളുകളിലും ഇത്തരത്തിൽ HIV ബാധ പടരുന്നുണ്ട്. അത്തരത്തിലുള്ള പരിശോധനകൾ എല്ലാം തന്നെ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട്. കഴിഞ്ഞ ഏപ്രിൽ മാസം മുതൽ ഈ ഒരു വർഷത്തിനുള്ളിൽ മാത്രം മലപ്പുറം ജില്ലയിൽ 65ഓളം കേസുകളാണ് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇത് വിവിധ രീതിയിൽ തന്നെ, സിറിഞ്ചിൽ നിന്ന് മാത്രമല്ല, ഇത്തരത്തിൽ വിവിധ രീതിയിൽ തന്നെ HIV ബാധ ആളുകൾക്ക് പടർന്നിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ജയിലുകളിൽ അടക്കം ഇത്തരത്തിൽ കൃത്യമായി പരിശോധന നടക്കുന്നുണ്ട്. മലപ്പുറം ജില്ലയിൽ 7 സ്ഥലങ്ങളിലാണ് ഇത്തരത്തിൽ HIV ബാധ പടരാനുള്ള പരിശോധനാ കേന്ദ്രങ്ങൾ ഉള്ളത്. അത് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലാണ് ഉള്ളത്. എന്തായാലും വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. അല്ലെങ്കിൽ അത്തരത്തിൽ വളരെ അതീവ ഗൗരവത്തോട് കൂടി കാണേണ്ട, പരിശോധന നടത്തേണ്ട ഒരു വിഷയം തന്നെയാണ് ഉള്ളത്. പ്രത്യേകിച്ച് രാസലഹരി ഉപയോഗിക്കുന്ന ആളുകളിൽ ഇത് പടരുന്നു എന്നുള്ളത് ഏറെ ഗൗരവമുള്ളതാണ്. ഉപയോഗിച്ച സിറിഞ്ച് വീണ്ടും ഉപയോഗിക്കുന്നതിലൂടെയാണ് ഇത്തരത്തിൽ ലഹരി ഈ ഒരു HIV ബാധ മറ്റുള്ളവരിലേക്കും എത്തുന്നത് എന്നതാണ് ഏറെ ഗൗരവമായ കാര്യം. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കടക്കം ഇത്തരത്തിൽ ഒരു HIV ബാധ പടരുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പ് വരും ദിവസങ്ങളിലടക്കം യോഗം ചേരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിനുവേണ്ടി പ്രത്യേക ഒരു കമ്മിറ്റിയെ തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. ഈ പരിശോധനകൾക്ക് വേണ്ടി പ്രത്യേക ഒരു കമ്മിറ്റിയെ തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. അത് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലാണ് പ്രവർത്തിക്കുന്നത്. ഈ കമ്മിറ്റിയുടെ പ്രധാന ലക്ഷ്യം ഇത്തരത്തിലുള്ള ആളുകൾ, ഈ സിറിഞ്ച് ഉപയോഗിച്ച് സിറിഞ്ച് വഴി ലഹരി ഉപയോഗിക്കുന്ന ആളുകളെ കണ്ടെത്തുക എന്നുള്ളതാണ്. ആ രീതിയിൽ അവർ അത്തരത്തിലുള്ള പരിശോധനകൾ നടത്തുന്നുണ്ട്. പക്ഷെ അത് വളരെ സങ്കീർണമായൊരു രീതി തന്നെയാണ്. പ്രത്യേകിച്ച് പോലീസിന്റെയും എക്സൈസിന്റെയും എല്ലാം തന്നെ സഹകരണം ഇതിന് ആവശ്യമുണ്ട്. അത്തരത്തിലുള്ള സഹകരണം അവരോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇങ്ങനെ പോലീസിന്റെയും എക്സൈസിന്റെയും ഇത്തരത്തിൽ അവർ പരിശോധിച്ച് കണ്ടെത്തുന്ന ആളുകളിലാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. അതോടൊപ്പം തന്നെ ഇത് ഏറെ ഗൗരവമുള്ള ഒരു വിഷയം കൂടി ആയതുകൊണ്ട് തന്നെ കൃത്യമായി തന്നെ DMO ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശം
നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. പൊതുജനങ്ങൾക്കും ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ രീതിയിൽ ലഹരി ഉപയോഗിക്കുമ്പോൾ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ലഹരി വ്യാപനം തടയാനുള്ള ശക്തമായ നടപടികളുമായി പോലീസും ആരോഗ്യവകുപ്പും അടക്കം രംഗത്ത് വന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇങ്ങനെ ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം കൂടി പുറത്തു വരുന്നത്. രാസലഹരി ഇത്തരത്തിൽ സിറിഞ്ച് വഴി ഉപയോഗിക്കുന്നവരിൽ HIV പടരുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ഗൗരവമായ ഒരു വിഷയം. ഇത് അതീവ ഗൗരവത്തോടെ തന്നെയാണ് ആരോഗ്യവകുപ്പ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ പ്രവർത്തനങ്ങൾ ഊർജിതമായി തന്നെ നടക്കുന്നത്. കൃഷ്ണരാജ്. യെസ് ശിവദാസ്. വളാഞ്ചേരിയിൽ പരിശോധന ഊർജിതമാണ്. പക്ഷേ സംസ്ഥാനത്താകെ HIV പരിശോധനകൾ നടത്തുന്നത് പേരിന് മാത്രമാണ്. HIV അണുബാധ തോത് താരതമ്യേന കുറഞ്ഞ സംസ്ഥാനമാണ് കേരളമെന്നാണ് സർക്കാരിൻ്റെ അവകാശവാദം. എന്നാൽ പരിശോധനകൾ വ്യാപകമാക്കാത്തതാണ് രോഗബാധിതരുടെ എണ്ണം കുറയാൻ കാരണമെന്ന വിമർശനം ഉയരുന്നു. വിവരങ്ങളുമായി ശ്രീനന്ദ SP ഒപ്പം ചേരുന്നു. ശ്രീനന്ദ, ഒരു വിശ്വാസമായിരുന്നു ഇവിടെ ഒന്നും സംഭവിക്കില്ല എന്ന്. പക്ഷേ ഈ ലഹരി വ്യാപനം അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇതിങ്ങനെ നിർബാധം ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു എന്ന സംശയം ഉണ്ടായിരുന്നു. അതിപ്പോൾ ഉറപ്പിക്കുകയാണ്. വളാഞ്ചേരിയിലെ സംഭവം നമ്മളെ ആകെ ഞെട്ടിപ്പിക്കുകയാണ്. അതിൻ്റെ പശ്ചാത്തലത്തിലെങ്കിലും സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ കൃത്യമായൊരു നിലപാടിലേക്ക് പോകുമോ? കൃഷ്ണരാജ് പറഞ്ഞതുപോലെ തന്നെ വളാഞ്ചേരിയിലെ സംഭവം ലോക മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്ന ഒന്നാണ്. ഒരു സംസ്ഥാനത്ത് ഇപ്പോൾ HIV പരിശോധനകൾ നടക്കുന്നത് വളരെ കുറവാണ്. എന്തുകൊണ്ടാണ് ഇത്രയും കുറവ് പരിശോധനകൾ? 2010 മുതൽ 2020 വരെയുള്ള കാലയളവിൽ HIV പരിശോധന നടത്തിയിരിക്കുന്നത് വളരെ കുറവാണ്. ഇങ്ങനെ പരിശോധനകൾ കുറഞ്ഞതാകാം ഈ രോഗബാധിതർ ഇല്ല എന്ന് സംസ്ഥാന സർക്കാർ വീണ്ടും എടുത്തു പറയുന്നതിനുള്ള കാരണം പരിശോധനകൾ ഗണ്യമായി കൂടിയാൽ മാത്രമേ എത്ര പേർക്കാണ് ഈ രോഗം വന്നിട്ടുള്ളതെന്നും അതുപോലെ തന്നെ എങ്ങനെയാണ് ഇതിൻ്റെ മറ്റു കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നുമുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമാവുകയുള്ളൂ. എന്നാൽ HIV പരിശോധന വ്യക്തികളിൽ ഒരു വർഷം കർശനമായി തന്നെ നടത്തേണ്ട ഒരു ഇതിലേക്ക് സർക്കാർ ഇനി മുന്നോട്ട് പോകണം എന്നാണ് ഇപ്പോൾ ഇവിടെയുള്ള ആളുകളും അതുപോലെ തന്നെ ഇങ്ങനെ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തതിന് ശേഷം വളാഞ്ചേരിയിലെ ഈ സംഭവം ജനങ്ങൾക്കിടയിൽ വലിയൊരു ഭീതി തന്നെ പരത്തിയിരിക്കുകയാണ്. കാരണം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ മാത്രം എന്താണ് സർക്കാർ അതുവരെ സർക്കാർ അനങ്ങാപ്പാറയെ നിൽക്കുന്നു. അതിനുശേഷം പെട്ടെന്ന് ഇതെല്ലാം ഒന്ന് ശരിയാക്കണം എന്ന് പറഞ്ഞൊരു ആരോഗ്യവകുപ്പ് പെട്ടെന്നൊരു നിർദ്ദേശം പുറപ്പെടുവിക്കും. ഇങ്ങനെ മാത്രം ചെയ്യാണ്ട് എന്തുകൊണ്ടാണ് ഈ ഒരു കാലയളവിൽ ഈ ഒരു 2025 വരെയുള്ള 2010 മുതൽ 25 വരെയുള്ള കാലയളവ് എന്തുകൊണ്ടാണ് ഈ ഒരു രോഗത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ചികിത്സകൾ അല്ലെങ്കിൽ പരിശോധനകൾ ശക്തമാക്കാത്തത് എന്തുകൊണ്ടാണെന്നൊരു ചോദ്യം ഇപ്പോൾ ജനങ്ങൾക്കിടയിലും അതുപോലെ തന്നെ സാധാരണ ആൾക്കാർക്കിടയിലും ഉയർന്നു വന്നിരിക്കുന്ന ഒന്നാണ്. ഇതിപ്പോൾ HIV എലിസ എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. ഏത് സർക്കാർ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ സർക്കാർ ആശുപത്രികളിലും ആരോഗ്യ മേഖലകളിലും ചെയ്യുന്ന ഒരു ടെസ്റ്റ് തന്നെയാണ്. ഈ ഒരു ടെസ്റ്റ് എന്തുകൊണ്ടാണ് വർഷം തോറും ഒരു വ്യക്തിക്ക് ചെയ്യാൻ വേണ്ടി സർക്കാർ കർശനമായ ഒരു നിർദ്ദേശം പുറപ്പെടുവിക്കാത്തത് എന്തുകൊണ്ടാണെന്നൊരു ചോദ്യം കൂടി ഇവിടെ ഉയരുന്നുണ്ട്. ഇപ്പോൾ 2010 മുതൽ 20 വരെ വളരെ കുറവ് ടെസ്റ്റുകളാണ് ഇവിടെ പരിശോധനകളാണ് ഇവിടെ കേരള സർക്കാർ അതുപോലെ തന്നെ ഈ രോഗബാധിതർക്കായി നൽകിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ഗണ്യമായൊരു കുറവ് ഈ ഒരു രോഗത്തിൽ കണ്ടെത്തിയത്. പക്ഷേ ഇന്നലെ നടന്ന സംഭവം വളാഞ്ചേരിയിൽ ഇന്നലത്തെ സംഭവത്തിൽ പെട്ടെന്ന് ഒരു ടെസ്റ്റ് നടത്തിയപ്പോൾ ഒരു 9 കുട്ടികൾക്ക് അല്ലെങ്കിൽ 9 പേർക്ക് HIV ബാധ ഉണ്ടെന്ന് കണ്ടെത്തുകയുണ്ടായി. അതിനുശേഷമാണ് സർക്കാർ എന്തെങ്കിലും നടപടി എടുക്കുമെന്നൊരു പ്രതീക്ഷ ജനങ്ങളിലുണ്ട്. പക്ഷേ ഇതുവരെ സർക്കാർ അനങ്ങാപ്പാറയായി തന്നെ നിൽക്കുന്ന ഒരു സ്ഥിതിയാണ്. ഇപ്പോൾ ഒരു 8 വർഷത്തോളമായിരിക്കുകയാണ്. ഇതുവരെ എന്തുകൊണ്ടാണ് HIV കുറിച്ച് ആരും യാതൊരുവിധ കാര്യങ്ങളും പറയാത്തത്? അല്ലെങ്കിൽ സർക്കാർ HIV കുറിച്ച് ഒരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല ഇത്രയും നാളുകളായിട്ടും. പെട്ടെന്ന് ഒരു ദിവസം ടെസ്റ്റ് ചെയ്തപ്പോൾ ഇത്രയും കൂടുതൽ രോഗബാധിതർ ഒരു ദിവസം കൊണ്ട് തന്നെ 8ഉം 9ഉം രോഗബാധിതരുണ്ടായി. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഈ ടെസ്റ്റ് കർശനമായി തുടർന്നുകൊണ്ടിരുന്നാൽ എത്രത്തോളം രോഗബാധിതരാണ് നമ്മുടെ കേരളത്തിൽ നമ്മുടെ സംസ്ഥാനത്തിൽ ഉണ്ടാവുക എന്നൊരു ചോദ്യം അല്ലെങ്കിൽ എന്നൊരു ഭീതി കൂടി പരത്തുന്ന ഒന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ കണക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കുന്നത്. ഇത് സാധാരണ സിറിഞ്ചുകളിലൂടെയും അതുപോലെ തന്നെ മറ്റ് നമ്മുടെ ശരീരഭാഗങ്ങളിലൂടെയും പകരുന്ന ഒരു രോഗമാണ്. ഈ ഒരു രോഗം എന്തുകൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു രോഗം പകരുന്നത് തടയാൻ സർക്കാർ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു. എന്നാൽ എന്താണ് ഇതൊരു പരിശോധനയിലേക്ക് നീങ്ങാത്ത
കാണാത്തത് എന്നൊരു ചോദ്യം നമുക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഇനിയെങ്കിലും ആരോഗ്യവകുപ്പ് ഇത് കർശനമായി തന്നെ പരിശോധനകൾ ശക്തമാക്കും എന്നൊരു പ്രതീക്ഷ ജനങ്ങളിലും അതുപോലെ തന്നെ നമ്മളെപ്പോലുള്ള സാധാരണ ആൾക്കാരുടെ മനസ്സിലും തന്നെ ഉണ്ട്. അത് സർക്കാർ ഇനിയെങ്കിലും കണ്ണു തുറന്ന് ആ ഒരു പരിശോധനകൾ, ഈ ഒരു 8 വർഷം നടത്താത്തൊരു പരിശോധന, ഇപ്പോൾ ഈ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഈ ഒരു പരിശോധന ഇത്രയും പേർക്ക് ഈ ഒരു രോഗം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ മുന്നോട്ട് ഈ ഒരു പരിശോധനകൾ തുടർന്നുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ കർശനമായി ഈ ഒരു പരിശോധന നടത്തുമെന്നൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ ജനങ്ങളിലും അതുപോലെ തന്നെ എല്ലാവരിലും തന്നെ ഉള്ളത്. കൃഷ്ണരാജ്. ശ്രീനന്ദയാണ് വിവരങ്ങൾ നൽകിയത്. HIV പരിശോധന സംസ്ഥാനത്ത് കൃത്യമായി നടക്കുന്നില്ല. മറ്റു വാർത്തകളിലേക്ക്. ബംഗ്ലാദേശിൽ നുഴഞ്ഞുകയറ്റത്തിൽ മമതാ സർക്കാരിനെ വിമർശിച്ച അമിത്ഷാ. ബംഗാൾ സർക്കാർ സ്ഥലം വിട്ടു നൽകാത്തതിനാൽ അതിർത്തിയിൽ ഫെൻസിംഗ് പ്രവർത്തനം മുടങ്ങി. രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിഷയമാണ്. അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്നും അമിത്ഷാ രാജ്യസഭയിൽ പറഞ്ഞു. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണനൊപ്പം ചേർന്നു. ജിഷ്ണു, ഈ ബംഗ്ലാദേശികൾ നുഴഞ്ഞു കയറുന്നുണ്ട് കൂടുതലായി പശ്ചിമ ബംഗാളിൽ എന്ന് വാർത്തകൾ സജീവമാണ്. ഇപ്പോൾ കൃത്യമായി മമതാ സർക്കാരിനെ വിമർശിച്ച് കാര്യങ്ങൾ പറയുന്നു അമിത്ഷാ, അല്ലേ? കൃഷ്ണരാജ്, ഫോറിനേഴ്സ് ആൻഡ് ഇമിഗ്രേഷൻ ബിൽ 2025 ചർച്ചയിൽ അതിന് മറുപടി നൽകിക്കൊണ്ടാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്യത്തേക്കുള്ള അനധികൃത കുടിയേറ്റം, അതിൻ്റെ പ്രശ്നങ്ങൾ, അതിന് വഴിവെക്കുന്ന കാരണങ്ങൾ ഇവ സംബന്ധിച്ച് വിശദമായി തന്നെ പാർലമെന്റിൽ വ്യക്തമാക്കിയത്. ആ വേളയിലാണ് അദ്ദേഹം രൂക്ഷമായ വിമർശനം ഈ വിഷയത്തിൽ ബംഗാൾ സർക്കാരിനെ, മമതാ സർക്കാരിനെതിരെ ഉന്നയിച്ചിട്ടുള്ളത്. ബംഗ്ലാദേശിൽ നിന്ന് വലിയ രീതിയിലുള്ള അനധികൃത കുടിയേറ്റം ഭാരതത്തിലേക്ക് ഉണ്ടാകുന്നു. അതിൽ ഭൂരിപക്ഷവും നടക്കുന്നത് പശ്ചിമ ബംഗാളിലൂടെയാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിർത്തി മേഖലയിൽ കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ, BSF ഔട്ട് പോസ്റ്റും ഒപ്പം ഫെൻസിങ്ങും പൂർത്തിയാക്കുന്നതിന്, സ്ഥലം വിട്ടു നൽകുന്നതിന് മമതാ സർക്കാർ തയ്യാറായിട്ടില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 10-ലധികം തവണ സംസ്ഥാന സർക്കാരിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കത്ത് നൽകി. സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥരുമായി 3-ലധികം തവണ ചർച്ച നടത്തി. എന്നിട്ട് പോലും ഈ വിഷയത്തിൽ അനുകൂലമായ നിലപാട് സ്വീകരിക്കാനോ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമായിട്ട് പോലും കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനോ മമതാ സർക്കാർ തയ്യാറായില്ല എന്ന വിമർശനമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ തന്നെ ഉന്നയിച്ചിട്ടുള്ളത്. ബംഗ്ലാദേശി കുടിയേറ്റക്കാർ, നുഴഞ്ഞുകയറ്റക്കാർ ഭൂരിപക്ഷവും എത്തുന്നത് പശ്ചിമ ബംഗാളിലൂടെയാണെന്നും അതിർത്തി മേഖലകളിൽ ഫെൻസിംഗ് രൂപീകരിക്കുന്നതിനും ഫെൻസിംഗ് നിർമ്മാണം നടത്തുന്നതിനും BSF ഔട്ട് പോസ്റ്റ് ഉൾപ്പെടെ സ്ഥാപിക്കുന്നതിനും കൃത്യമായിട്ടുള്ള തീരുമാനവും നടപടികളും, ഭൂമി വിട്ടു നൽകുന്നതും ഉൾപ്പെടെയുള്ള നടപടികൾ മമതാ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല എന്നാണ് കൃത്യമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഇതിനെതിരെ കൃത്യമായിട്ടുള്ള ചർച്ചകൾ നടത്തിയിട്ട് പോലും മമതാ സർക്കാർ നടപടി സ്വീകരിച്ചിട്ടില്ല എന്ന വിമർശനവും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉയർത്തിയിട്ടുണ്ട്. ഒപ്പം ഈ ബില്ലുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകളും അദ്ദേഹം പാർലമെന്റിൽ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. അതിൽ അദ്ദേഹം വ്യക്തമാക്കിയത് ഭാരതത്തിലേക്ക് എത്തുന്ന വിദ്യാർത്ഥികൾ, ഒപ്പം വിനോദസഞ്ചാരികൾ, മറ്റാവശ്യങ്ങൾക്കായി എത്തുന്ന എല്ലാ പൗരന്മാരെയും അല്ലെങ്കിൽ ഏത് രാജ്യത്തു നിന്നുള്ള ആളുകളെയും നമ്മൾ സ്വാഗതം ചെയ്യും. അവർ നമ്മളുടെ അതിഥികളാണ്. പക്ഷേ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനായി ഭാരതത്തിലേക്ക് എത്തുന്ന, അനധികൃതമായി രാജ്യത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ കടുത്ത നടപടിയുണ്ടാകും. ആർക്കും കയറി വരാനുള്ള സ്ഥലമല്ല ഭാരതമെന്ന് വളരെ കൃത്യമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കിയിട്ടുണ്ട്. അത്തരം നുഴഞ്ഞുകയറ്റങ്ങൾ തടയുന്നതിനും ഭാരതത്തിലേക്ക് എത്തുന്ന ഓരോ വിദേശ പൗരന്റെയും കൃത്യമായ വിവരങ്ങൾ രേഖപ്പെടുത്തുന്നതിനും പുതിയ ബില്ല് അതിൽ വ്യവസ്ഥകൾ ചെയ്തിട്ടുണ്ട്. അത്തരത്തിലാണ് ഈ പുതിയ ബില്ല് രൂപീകരിച്ചിട്ടുള്ളത്. ഫോറിനേഴ്സ് ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ബില്ലിൻ്റെ വ്യവസ്ഥകൾ പരിശോധിക്കുമ്പോൾ രാജ്യത്തിനകത്തേക്ക് എത്തുന്നവർക്കും രാജ്യത്തിന് പുറത്തേക്ക് എത്തുന്നതിനും കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ, രേഖകൾ അവ പരിശോധിക്കുന്നതിനും അതിൻ്റെ കടുത്ത നടപടികൾ വ്യവസ്ഥ ചെയ്യുന്നതുമാണ് പുതിയ ബില്ല്. അതിലൂടെ അദ്ദേഹം വ്യക്തമാക്കിയത് ഒരു രാജ്യം സുശക്തമാകണമെങ്കിൽ അതിലെ ആ രാജ്യത്തേക്ക് എത്തുന്ന ആളുകൾ സംബന്ധിച്ച് അവരുടെ ഉദ്ദേശം കൃത്യമായിരിക്കണം. രാജ്യത്തിൻ്റെ വികസനത്തിനും മുൻപോട്ട് പോക്കിനും അനധികൃത കുടിയേറ്റം അവരുണ്ടാക്കുന്ന പ്രശ്നങ്ങളും വലിയ വെല്ലുവിളിയാണ്. അതുകൊണ്ട് അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകും എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ബംഗ്ലാദേശിൽ നിന്ന് നടക്കുന്ന അനധികൃത കുടിയേറ്റത്തിന് ഒരു പ്രധാന കാരണം പശ്ചിമ ബംഗാൾ സർക്കാരിൻ്റെ ഇത്തരത്തിലുള്ള സമീപനമാണ്. അവർ അതിർത്തി മേഖലയിൽ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പോലും സഹകരിക്കുന്നില്ല എന്ന വിമർശനം ആഭ്യന്തരമന്ത്രി നടത്തിയത്. ഒപ്പം മ്യാൻമറിൽ നിന്നുൾപ്പെടെയുള്ള റോഹിംഗ്യകളുടെ നുഴഞ്ഞുകയറ്റത്തിലും അദ്ദേഹം എടുത്തു പറഞ്ഞത് രാജ്യത്തേക്ക് ഇത്തരത്തിൽ വിവിധ കാരണങ്ങളാൽ അനധികൃതമായി എത്തുന്ന, അതാരായാലും അനധികൃതമായി എത്തുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകും എന്ന കാര്യം കൂടി അമിത്ഷാ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കൃഷ്ണരാജ്. ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റത്തിൽ മമതാ സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുകയാണ്
അമിത്ഷാ വിവരങ്ങൾ നൽകുകയായിരുന്നു. ജിഷ്ണു കൃഷ്ണൻ. 1.57 ലക്ഷം കോടി രൂപ കഴിഞ്ഞ 10 വർഷത്തിൽ കേരളത്തിന് നൽകിയെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. കൊറോണ കാലത്ത് 2715 കോടി രൂപ കേരളത്തിന് പലിശയില്ലാതെ നൽകിയെന്നും നിർമ്മല സീതാരാമൻ രാജ്യസഭയിൽ വ്യക്തമാക്കി. ധനപ്രതിസന്ധിയിലൂടെ കേരളത്തിനോട് രാഷ്ട്രീയ വൈരം തീർക്കുകയാണെന്ന ആരോപണങ്ങൾക്കുള്ള മറുപടി കൂടിയാണ് ധനമന്ത്രി രാജ്യസഭയിൽ നടത്തിയ പ്രസ്താവന. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ഒപ്പം ചേരുന്നു. ജിഷ്ണു, എപ്പോഴും പറയുന്നുണ്ട് കേരളം എത്ര കൊടുത്താലും കിട്ടിയില്ലെന്നാണ് പരാതി, പരിഗണിക്കുന്നില്ലെന്നാണ് പരാതി. നിർമ്മല സീതാരാമൻ്റെ ഈ വാക്കുകളിലൂടെ കേരളം വീണ്ടും വലിയ പ്രതിരോധത്തിലേക്ക് പോകുന്ന, മറുപടി പറയാനാകാത്തൊരവസ്ഥയിലേക്ക് വരികയാണോ? കേരളത്തിന് നൽകിയിട്ടുള്ള സഹായങ്ങൾ വളരെ കൃത്യമായി അതിൻ്റെ കണക്കുകൾ പറഞ്ഞുകൊണ്ടാണ് കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമൻ കേരളത്തിനോട് അത്തരത്തിലൊരു രാഷ്ട്രീയ വേർതിരിവും കേന്ദ്ര സർക്കാർ നാളിതുവരെ കാണിച്ചിട്ടില്ല എന്ന കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. കൃഷ്ണരാജ് പറഞ്ഞതുപോലെ ഏതൊരു വിഷയം ഉണ്ടാകുമ്പോഴും, അത് പ്രതിസന്ധിയാണെങ്കിലും വികസന പദ്ധതികളാണെങ്കിലും, ഏത് വിഷയം ഉണ്ടാകുമ്പോഴും കേന്ദ്ര സർക്കാർ ആവശ്യമായ ധനസഹായം നൽകിയില്ല എന്ന പരാതി കേരളം കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഉന്നയിക്കുന്നുണ്ട്. അത് പാർലമെന്റിൽ ഉന്നയിക്കുന്ന പശ്ചാത്തലത്തിലാണ്. അതായത് കേരളത്തിനോട് രാഷ്ട്രീയ വേർതിരിവ് കേന്ദ്ര സർക്കാർ ധനസഹായം നൽകുന്നതിലുൾപ്പെടെ കാണിക്കുന്നു എന്ന ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിലാണ്. അതിന് മറുപടി നൽകിക്കൊണ്ടാണ് കഴിഞ്ഞ 10 വർഷം, അതിനു മുൻപ് UPA സർക്കാർ ഭരിച്ചിരുന്നതിൻ്റെ 200 മടങ്ങ് അധികം ധനസഹായം കേന്ദ്ര സർക്കാർ കേരളത്തിന് നൽകിയിട്ടുണ്ട് എന്ന് കണക്കുകൾ സഹിതം കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കിയിട്ടുള്ളത്. രാജ്യത്തെ ജനങ്ങളോടും സംസ്ഥാനങ്ങളോടും ഇത്തരത്തിൽ ധനസഹായം നൽകുന്നതിലും ധനവിനിയോഗത്തിലും യാതൊരു തരത്തിലുമുള്ള വേർതിരിവും കേന്ദ്ര സർക്കാരിനില്ല എന്നുള്ളതും ധനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിൽ, അതായത് 2014 മുതൽ 2024 വരെയുള്ള കാലയളവിൽ 1.57 ലക്ഷം കോടി രൂപയാണ് കേരളത്തിന് അനുവദിച്ചിട്ടുള്ളത്. അത് 2004 മുതൽ 2014 വരെ പരിശോധിക്കുമ്പോൾ, അതായത് തൊട്ട് മോദി സർക്കാർ വരുന്നതിന് മുൻപ് UPA ഭരണകാലം പരിശോധിക്കുമ്പോൾ അത് വെറും 46,300 കോടി രൂപ മാത്രമായിരുന്നു. 239% വർധനവാണ് കേരളത്തിന് നൽകിയിട്ടുള്ള ധനസഹായത്തിൽ മോദി സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ എങ്ങനെയാണ് കേരളത്തിനോട് രാഷ്ട്രീയ വേർതിരിവ് കാണിക്കുന്നതെന്ന ആരോപണം പറയുന്നത്? അത് മനസ്സിലാകുന്നില്ല എന്നാണ് ധനമന്ത്രി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. കൂടാതെ കൊറോണ കാലത്ത് 25,630 കോടി രൂപയാണ് പലിശരഹിത വായ്പയായി 50 വർഷത്തെ കാലയളവിലേക്കായി കേരളത്തിന് നൽകിയിട്ടുള്ളത്. കൂടാതെ വിവിധ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ കേരളത്തിന് ആവശ്യമായിട്ടുള്ള സഹായങ്ങളും കൈത്താങ്ങും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നൽകി. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ വേർതിരിവ് കേരളത്തോട് കാണിക്കുന്നു എന്ന ആരോപണം ഇനിയെങ്കിലും പറയരുത് എന്നുള്ളതാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും വ്യക്തമായ മറുപടി പാർലമെന്റിൽ, രാജ്യസഭയിൽ നടത്തിയിരുന്നു. അതായത് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കേരളത്തിന് ആവശ്യമായ സഹായങ്ങൾ നൽകിയില്ല എന്നൊരു ആരോപണം പാർലമെന്റിൽ ഉയർന്ന പശ്ചാത്തലത്തിലായിരുന്നു. കന്യാകുമാരി മുതൽ, അല്ലെങ്കിൽ കേരളത്തിലെ ആണെങ്കിലും ഉത്തർപ്രദേശിലെ ആണെങ്കിലും ഗുജറാത്തിലെ ആണെങ്കിലും ലഡാക്കിലെ ആണെങ്കിലും ജനങ്ങൾ ഭാരതത്തിലേതാണ്. ദുരന്തമുഖത്ത് കേന്ദ്ര സർക്കാർ രാഷ്ട്രീയം കാണാറില്ല എന്നും വയനാട് ദുരന്തമുണ്ടായ ഉടൻ തന്നെ NDRFൽ നിന്ന് 250 കോടിയിലധികം രൂപ, പിന്നീട് 130 കോടിയിലധികം രൂപ, കേരളം ചോദിച്ച പ്രത്യേക പാക്കേജിൽ 530 കോടി രൂപ ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട്. ഇനി തുടർന്നുള്ള സഹായം അത് മാനദണ്ഡങ്ങൾ അനുസരിച്ച് നൽകും. യാതൊരു തരത്തിലുമുള്ള വേർതിരിവ് ദുരന്തമുഖത്ത് കാണിക്കാറില്ല എന്ന കാര്യം അമിത്ഷായും വ്യക്തമാക്കിയിരുന്നു. അതിന് പിറകെയാണ് ഇന്നലെ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ UPA സർക്കാരിൻ്റെ 10 വർഷത്ത് നൽകിയിരുന്ന ധനസഹായത്തിൻ്റെ 239 മടങ്ങ് ധനസഹായം മോദി സർക്കാരിൻ്റെ 2014 മുതൽ 24 വരെയുള്ള കാലയളവിൽ കേരളത്തിന് നൽകിയിട്ടുണ്ടെന്നും രാഷ്ട്രീയ വേർതിരിവ് ധനസഹായത്തിൻ്റെയോ ധനവിനിയോഗത്തിൻ്റെയോ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിനില്ല എന്നും ധനമന്ത്രി വ്യക്തമാക്കിയത്. കൃഷ്ണരാജ്, ഒന്നും തരുന്നില്ലെന്ന കേരളത്തിൻ്റെ പരാതിക്ക് അടുത്ത മറുപടിയാണ് രാജ്യസഭയിൽ നിർമ്മല സീതാരാമൻ നൽകിയത്. കൃത്യമായ മറുപടി നൽകുന്നുണ്ട്. പക്ഷേ അതിനുശേഷം സംസ്ഥാന സർക്കാർ മറുപടി കൃത്യമായി പറയാറുമില്ല. അതിന്നും പ്രതീക്ഷിക്കാം. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണനാണ് ഒപ്പം ചേർന്നത്. കേരള ജല അതോറിറ്റിയിൽ സെസ് പിരിച്ചെടുക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന് ഗുരുതര വീഴ്ച. ജല അതോറിറ്റിയിലേക്ക് എത്തുന്ന ചെക്കുകളും DDകളും ട്രഷറി അക്കൗണ്ടിലേക്ക് നിക്ഷേപിച്ചിട്ടില്ലെന്ന് CAG കണ്ടെത്തി. സർക്കാരിലേക്ക് എത്തേണ്ട നികുതി പണം നഷ്ടപ്പെടുന്നത് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ കാരണമാണെന്ന് CAG റിപ്പോർട്ടിൽ പറയുന്നു. ജനം ബ്രേക്കിംഗ്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്തൊപ്പം ചേരുന്നു. പ്രശാന്ത്, കുറച്ച് മുമ്പ് ടിൻഡു ഒരു വാർത്ത നൽകിയിരുന്നു.
ഇനിയും കൂടുതൽ കടമെടുപ്പ്, കടപ്പത്രത്തിലൂടെ പണം, വേണ്ടതിനും അപ്പുറം കടമിങ്ങനെ എടുത്തെടുത്തെടുത്ത് കടക്കണിയിൽ നിന്ന് കടക്കണിയിലേക്ക് പോവുകയാണ് കേരളം. അപ്പോഴാണ് പിരിച്ചെടുക്കേണ്ട സെസ് അതിൽ സർക്കാർ അനാസ്ഥ കാണിക്കുന്നത്, ഗുരുതര വീഴ്ച കാണിക്കുന്നത്. CAG റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് എന്ത്? ഗുരുതരമായ വീഴ്ച സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അതോടൊപ്പം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുണ്ടാകുന്നു എന്നതാണ് CAGയുടെ കണ്ടെത്തൽ ഉണ്ടായിരിക്കുന്നത്. വാട്ടർ അതോറിറ്റിയിൽ നിന്നും സെസ് പിരിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്, നികുതി പിരിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ അലംഭാവം ഉണ്ടാകുന്നത്. ഇതിലൂടെ സർക്കാരിന് ലക്ഷങ്ങളുടെ നഷ്ടം, ഖജനാവിലേക്ക് എത്തേണ്ട തുക, ആ തുകയിൽ ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടാകുന്നു എന്നതടക്കമുള്ളൊരു കണ്ടെത്തലാണ് CAGയുടെ ഭാഗത്തുണ്ടാകുന്നത്. നമുക്കറിയാം, നേരത്തെയും പല ഇതുമായി ബന്ധപ്പെട്ട് ഈ സാമ്പത്തിക പ്രതിസന്ധി തുടരുന്ന സാഹചര്യത്തിലും സർക്കാർ നികുതി പിരിച്ചെടുക്കുന്നതിൽ അലംഭാവം ഉണ്ടാകുന്നുവെന്ന് നേരത്തെ തന്നെ നമ്മൾ പല തരത്തിൽ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു, വാർത്തകൾ ഉണ്ടാകുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ CAGയുടെ അടക്കം കണ്ടെത്തൽ കൂടി വന്നിരിക്കുന്നത്. വാട്ടർ അതോറിറ്റിയിൽ നിന്നാണ്, ആ വാട്ടർ അതോറിറ്റിയിൽ നിന്നും നികുതി പിരിച്ചെടുക്കുന്ന, സെസ് പിരിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ തുക ആ അക്കൗണ്ടിലേക്ക് എത്തുന്നില്ല എന്നൊരു കണ്ടെത്തൽ CAGയുടെ ഭാഗത്തുണ്ടാകുന്നത്. അതായത് ഈ വാട്ടർ അതോറിറ്റിയിലെ സെസ്സുമായി ബന്ധപ്പെട്ട് മായി ബന്ധപ്പെട്ട തുകകൾ എത്തുന്നത് DDയും അതോടൊപ്പം തന്നെ ചെക്കുകളുമായിട്ടാണ്. അങ്ങനെ ആ DDകളും ചെക്കുകളും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി അത് ആണ് സർക്കാരിലേക്ക് എത്തുന്നത്. അങ്ങനെ എത്തുന്ന തുകകൾ സർക്കാരിന്റെ പക്കലേക്ക് എത്തുന്നില്ല എന്നതാണ് ഇപ്പോൾ കണ്ടെത്തലായി വന്നിരിക്കുന്നത്. അതായത് ഇത്തരത്തിൽ അടയ്ക്കേണ്ട തുകകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി എത്തുന്ന തുകകളിൽ ചെക്കുകൾ, അതിൽ എത്തുന്ന ചെക്കുകളിലും അതോടൊപ്പം തന്നെ DDകളിൽ നിന്നും തുകയുടെ കുറവ് ഉണ്ടാക്കുന്നു എന്നതാണ് CAGയുടെ ഒരു കണ്ടെത്തൽ ഉണ്ടായിരിക്കുന്നത്. 556 ചെക്കുകളിൽ നിന്നും 313.71 ലക്ഷം രൂപയാണ് ട്രഷറി അക്കൗണ്ടിലേക്ക് കിട്ടേണ്ടത്. എന്നാൽ CAGയുടെ ചോദ്യത്തിന് സർക്കാർ 104 ചെക്കുകളിൽ നിന്നും DDകളിൽ നിന്നുമായി 80 ലക്ഷത്തോളം രൂപ മാത്രമേ ലഭിക്കുന്നുള്ളൂ എന്നാണ് കണക്ക് നൽകിയിരിക്കുന്നത്. സംസ്ഥാനത്തെ മുഴുവൻ കണക്കുകളാണ് എടുക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഉണ്ടാകുന്നത്. സർക്കാരിന്റെ പക്കലേക്ക് എത്തേണ്ട തുക, ആ തുകയിലേക്ക് ഈ ഇത്തരത്തിൽ എത്തുന്ന തുകയിൽ കുറവ് വരുന്ന ഒരു കണക്കാണ് പറയുന്നത്. അതായത് ഈ ഇത്തരത്തിലൊരു ഈ നിക്ഷേപിക്കുന്ന അതോറിറ്റികളുടെ ഒരു ലിസ്റ്റ് അടക്കം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓരോ സ്ഥലത്തു നിന്നും ഇത്ര ചെക്കുകളാണ് എത്തേണ്ടത്, ആ ഇത്ര ചെക്കുകളിൽ നിന്നും ഇത്ര രൂപ സർക്കാരിലേക്ക് എത്തേണ്ടതാണ്. അതിലാണ് വലിയ രീതിയിലുള്ള കുറവ് വന്നിരിക്കുന്നതെന്നാണ് പറയുന്നത്. അതായത് കേരള ജല അതോറിറ്റിയിൽ സെസ് പിരിച്ചെടുക്കുന്നതിൽ വലിയ വീഴ്ചയാണ് സംസ്ഥാന സർക്കാർ വരുത്തുന്നത്. ചെക്കുകളും DDകളും ഒക്കെ ട്രഷറിയിൽ അക്കൗണ്ടിലേക്ക് നിക്ഷേപിച്ചിട്ടേ ഇല്ലെന്നാണ് CAG കണ്ടെത്തിയിരിക്കുന്നത്. അതായത് സർക്കാരിലേക്ക് എത്തേണ്ട പണം ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം നഷ്ടമാകുന്നു എന്ന് പ്രശാന്ത് ശങ്കരമംഗലത്ത് റിപ്പോർട്ട് ചെയ്തു. കള്ളനോട്ടുമായി പെരുമ്പാവൂരിൽ നിന്ന് പിടികൂടിയ ബംഗ്ലാദേശ് അലൈപൂർ സ്വദേശി സലിം മണ്ഡൽ 18 വർഷമായി ഇന്ത്യയിൽ താമസിക്കുന്നതായി റൂറൽ ജില്ലാ പോലീസ്. ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിൽ നടത്തിയ ചോദ്യം ചെയ്യലിലാണ് പ്രതി ഇക്കാര്യങ്ങൾ സമ്മതിച്ചത്. ബംഗാളിൽ നിന്നാണ് ഇയാൾ ഇന്ത്യൻ പാസ്പോർട്ടും ആധാർ കാർഡും എടുത്തത്. പാസ്പോർട്ടിൽ ബംഗ്ലാദേശ് വിസ പതിപ്പിച്ചിരുന്നു. ഇതുപയോഗിച്ചാണ് പ്രതി ബംഗ്ലാദേശിൽ പോയി വന്നിരുന്നത്. രേഷ്മ ബാബു ഒപ്പം ചേരുന്നു. രേഷ്മ പറയും. കൃഷ്ണരാജ്, കഴിഞ്ഞ ദിവസമാണ് ഈ സെലിം മണ്ഡൽ എന്നു പേരായിട്ടുള്ള ബംഗ്ലാദേശ് സ്വദേശി കള്ളനോട്ടുമായിട്ട് പിടികൂടിയിട്ടുള്ളത്. അയാളെ പിടികൂടിയ സമയത്ത് 17ഓളം 500ന്റെ കള്ളനോട്ടുകൾ ഇയാളുടെ വീട്ടിൽ നിന്ന് കണ്ടെടുക്കുകയും ചെയ്തിരുന്നു. ജില്ലാ പോലീസ് മേധാവി, അതായത് ജില്ലാ റൂറൽ പോലീസ് മേധാവി ചോദ്യം ചെയ്ത സമയത്ത് ഇയാൾ 18 വർഷമായിട്ട് കേരളത്തിൽ താമസിക്കുന്നു എന്നുള്ളതാണ് കണ്ടെത്തൽ. ബംഗ്ലാദേശിൽ നിന്നും ബംഗാളിൽ എത്തി ബംഗാളിൽ
പാസ്പോർട്ടും അതോടൊപ്പം തന്നെ ആധാർ കാർഡും അവിടെ നിന്ന് സംഘടിപ്പിച്ചാണ് കേരളത്തിലേക്ക് കടന്നത്. ബംഗ്ലാദേശ് വിസയും ഈ പാസ്പോർട്ടിൽ പതിപ്പിച്ചിരുന്നു. ഇത് ഉപയോഗിച്ചുകൊണ്ട് ബംഗ്ലാദേശിൽ പോയി വരികയായിരുന്നു പതിവ്. അവിടെ നിന്നും, അതായത് ബംഗ്ലാദേശിൽ നിന്നുമാണ് കള്ളനോട്ടുകൾ കേരളത്തിലേക്ക് എത്തിച്ചിരുന്നത്. ഇവിടെ കേരളത്തിൽ നിന്നും മോഷ്ടിക്കുന്ന മൊബൈൽ ഫോണുകൾ, ലാപ്പുകൾ ഇവയൊക്കെ തന്നെ ബംഗ്ലാദേശിൽ എത്തിക്കും. അവിടെ നിന്ന് വ്യാജ നോട്ടുകൾ ഇവിടേക്ക് കടത്തും. 40,000 രൂപയുടെ അടക്കമുള്ള മൊബൈൽ ഫോണുകൾ, അതായത് ഓരോ മൊബൈൽ ഫോണിനും 40,000 രൂപ അടക്കമാണ് ഇയാൾക്ക് ലഭിച്ചിരുന്നത്. ഇത് കള്ളനോട്ടായിട്ട് ഇവിടെ കൊണ്ടുവന്ന് അത് വിതരണം ചെയ്യുകയായിരുന്നു പതിവ്. ഇയാൾ നേരത്തെ തന്നെ ഇവിടുത്തെ തന്നെ, അതായത് വിവിധ കേസുകളിൽ ഉൾപ്പെട്ട ഇതര സംസ്ഥാനക്കാരായിട്ടുള്ള തൊഴിലാളികളെ ജാമ്യത്തിലെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ തന്നെ പലരും ഇയാൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു എന്നാണ് പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ ഇയാൾക്ക് സഹായം ചെയ്ത ആളുകളെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് നിലവിൽ പോലീസ് കടന്നിട്ടുള്ളത്. വ്യാജ നോട്ടുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് പേപ്പറും മഷിയും ഇയാൾ ബംഗ്ലാദേശിലേക്ക് കടത്തുകയും ചെയ്തിരുന്നു. എന്തായാലും ഇവിടെ നിന്നും ലാപ്പുകളും മൊബൈൽ ഫോണുകളും കൂട്ടമായിട്ട് മോഷ്ടിച്ച്, അതായത് 50 മൊബൈൽ ഫോണുകൾ ഒരുമിച്ച് കടത്തുന്ന ഒരു രീതിയായിരുന്നു ഇയാൾ പുലർത്തി പോരുന്നത്. ഈ മൊബൈൽ ഫോണുകളും ലാപ്പും ബംഗ്ലാദേശിൽ എത്തിച്ചതിന് ശേഷം അവിടെ നിന്ന് വ്യാജ നോട്ടുകളുമായിട്ട് ഇന്ത്യയിലേക്ക് വരും. ഇവിടെ വന്ന് കേരളത്തിൽ ഈ വ്യാജ നോട്ടുകൾ ഉപയോഗിക്കുകയാണ് പതിവ്. എന്തായാലും 17,500 വ്യാജ നോട്ടുകളാണ് സെലിമിൽ നിന്ന് കണ്ടെടുത്തിട്ടുള്ളത്. ഇയാൾക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ പെരുമ്പാവൂരിൽ ചെയ്തു കൊടുത്ത ആളുകളെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുകയും ചെയ്യുന്നുണ്ട്. സെലിം മണ്ഡലിനൊപ്പം അമ്മ റൊജീനയും ഉണ്ടായിരുന്നു. ഇവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. മറ്റ് ക്രിമിനൽ പശ്ചാത്തലം കൂടി ഇയാൾക്കുണ്ട് എന്നുള്ള വിലയിരുത്തൽ തന്നെയാണ് പോലീസിന്റെ അന്വേഷണം നീങ്ങുന്നത്. അതായത് നേരത്തെ ഒരു പീഡന കേസിൽ ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് വിവരം. എന്തായാലും ഇത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്കും പോലീസ് കടക്കുന്നുണ്ട്. കൃഷ്ണരാജ്. ശരി രേഷ്മ ബാബു. മലപ്പുറം തിരൂരിൽ വൻ MDMA വേട്ട. 141.58 ഗ്രാം MDMAയുമായി 3 പേർ അറസ്റ്റിൽ. മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശി ഹൈദർ അലി, വേങ്ങര കുറ്റൂർ സ്വദേശി അസൈനാർ, വേങ്ങര കണ്ണമംഗലം സ്വദേശി മുഹമ്മദ് കബീർ എന്നിവരാണ് പിടിയിലായത്. ശിവദാസ് കന്മനം ഒപ്പം ചേരുന്നു. ശിവദാസ്, ഈ ലഹരിയിലൂടെ HIV ബാധിച്ചവരുടെ വാർത്ത വന്നത് മലപ്പുറത്ത് നിന്നാണ്. അവിടെ തന്നെയാണ് കൂടുതൽ വാർത്തകൾ ലഹരിവേട്ടയുമായി ബന്ധപ്പെട്ടിപ്പോൾ വരുന്നത്. ഇതിപ്പോൾ MDMA പിടിച്ചെടുത്തിരിക്കുന്നു. 3 പേർ പിടിയിൽ. മറ്റു വിവരങ്ങൾ. കൃഷ്ണരാജ്, മലപ്പുറം ജില്ലയിൽ ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്നത് വലിയ രീതിയിൽ തന്നെ പടരുന്നതായി ആണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ നിരവധി കേസുകൾ ഉണ്ടായിരുന്നു. ഇന്നലെ താനൂരിലും പൊന്നാനിയിലും അടക്കം ഇത്തരത്തിൽ MDMA പിടികൂടിയിരുന്നു. അതിന് തൊട്ട് മുൻപുള്ള ദിവസങ്ങളിൽ അടക്കം ഈ രീതിയിൽ MDMA പിടികൂടിയിരുന്നു. വലിയ രീതിയിൽ തന്നെ MDMA പിടികൂടിയിരുന്നു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ ലഹരി ഉപയോഗം വർദ്ധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പിടികൂടുന്ന ഒരു സാഹചര്യവും ഉണ്ട്. അതിന്റെ തുടർച്ചയായി തന്നെയുള്ള പരിശോധനയിലാണ് ഇന്ന് തിരൂരിലും 141 ഗ്രാം MDMAയുമായി 3 പേരെ പിടികൂടിയിരിക്കുന്നത്. പെരിന്തൽമണ്ണ സ്വദേശിയായ ഹൈദർ അലി, വേങ്ങര സ്വദേശിയായ അസൈനാർ, വേങ്ങരയ്ക്ക് തൊട്ടടുത്തുള്ള കണ്ണമംഗലം എന്ന സ്ഥലത്തുള്ള മുഹമ്മദ് കബീർ എന്നിവരെയാണ് പോലീസ് പിടികൂടിയിരിക്കുന്നത്. തിരൂർ പോലീസാണ് പിടികൂടിയിരിക്കുന്നത്. ഇത് ഒമാനിൽ നിന്നും എത്തിച്ചതാണ് ഈ MDMA എന്നാണ് ലഭിക്കുന്ന വിവരം. കാരണം ഇതിന് തൊട്ടു മുൻപും ഒമാനിൽ നിന്നും വലിയ രീതിയിൽ തന്നെ MDMA എത്തിച്ചിരുന്നു. അങ്ങനെയുള്ള ഒരാളെ കഴിഞ്ഞ ദിവസം കരിപ്പൂർ പോലീസും പിടികൂടിയിരുന്നു. ഇത്തരത്തിൽ വിദേശത്ത് നിന്നടക്കം MDMA കേരളത്തിലേക്ക് എത്തുന്നു. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലേക്ക് ഈ MDMA എത്തുന്നു. അതിന്റെ വ്യാപകമായൊരു വിപണനം ജില്ലയുടെ പല ഭാഗങ്ങളിൽ നടക്കുന്നു എന്നുള്ളതും വളരെ ഗൗരവത്തോടെ എടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ആ രീതിയിൽ MDMA ഇവിടെ ലഹരിക്ക് അടിമയായ നിരവധി യുവാക്കൾ ഉണ്ട് ഇവിടെ എന്നുള്ളത് ഏറെ ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്രമാണ് ഇത്തരത്തിൽ പരിശോധന വ്യാപകമായിട്ടുള്ളത്. അതിനു മുൻപുള്ള ദിവസങ്ങളിലൊന്നും തന്നെ കാര്യമായ പരിശോധന ജില്ലയിൽ ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ലഹരിക്കെതിരെ മൊത്തത്തിൽ കേരളം മൊത്തം അത് ഏറ്റെടുത്ത ഒരു കൂട്ടായ്മയിലൂടെ ലഹരി നിർമ്മാർജ്ജനം ചെയ്യാനുള്ള ഒരു പ്രയത്നം ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ തുടർച്ചയായി മലപ്പുറം ജില്ലയിലും ഒരു പരിശോധന വ്യാപകമാക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് ഇന്നും അത്തരത്തിൽ ലഹരിയുമായി 3 പേർ പിടിയിലായിരിക്കുന്നത്. ഈ സംഘത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇവരെ നിലവിൽ പിടികൂടിയ 3 പേരെയും ചോദ്യം ചെയ്തു വരികയാണ് കൃഷ്ണരാജ്. മലപ്പുറത്ത് വൻ MDMA വേട്ട വിവരങ്ങൾ നൽകുകയായിരുന്നു ശിവദാസ് കന്മനം.
ഓൺലൈൻ ലോൺ ആപ്പ് തട്ടിപ്പുകളിൽ അന്വേഷണം ആരംഭിച്ച് ആദായനികുതി വകുപ്പും. തട്ടിപ്പുകൾക്കായി ഓപ്പൺ ചെയ്ത ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. അസ്വാഭാവിക അക്കൗണ്ട് വിവരങ്ങൾ ആദായനികുതി വകുപ്പിന് കൈമാറാത്തത് ചൂണ്ടിക്കാട്ടി ബാങ്കുകളെ കലൂർ PMLA കോടതി വിമർശിച്ചിരുന്നു. സാധാരണക്കാരുടെ പേരിൽ നിരവധി അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്ത് ഇതിലേക്കായിരുന്നു കോടികളുടെ തട്ടിപ്പ് പണം എത്തിയത്. രേഷ്മ ബാബു ഒരിക്കൽ കൂടി ചേരുന്നു. രേഷ്മ, വിവരങ്ങൾ. ലോൺ ആപ്പ് വഴി തട്ടിപ്പ് നടത്തിക്കൊണ്ട് പണം നേടിയ സംഭവത്തിൽ അല്ലെങ്കിൽ ആ കേസിൽ നിലവിൽ 6ഓളം പേരാണ് അറസ്റ്റിലായിരിക്കുന്നത്. അതായത് മലയാളികളും തമിഴ്നാട് സ്വദേശികളും ഉൾപ്പെടെ 6 പേരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ കേസിലാണ് നിലവിൽ ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണം കൂടി മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. അതായത് ഈ ഒരു അക്കൗണ്ടുകൾ തുറന്നുകൊണ്ട് സാധാരണക്കാരായിട്ടുള്ള ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടും അവർക്ക് വലിയ പ്രതിഫലങ്ങൾ വാഗ്ദാനം ചെയ്തും അക്കൗണ്ടുകൾ വാടകയ്ക്കെടുത്തുമാണ് ഈ ഓൺലൈൻ ആപ്പ് തട്ടിപ്പ് സംഘം പണം കൈമാറിയിരുന്നത്. ഈ സാധാരണക്കാരായിട്ടുള്ള പ്രത്യേകിച്ച് തീരപ്രദേശത്തെ അതിസാധാരണക്കാരായിട്ടുള്ള ആളുകളെയാണ് ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചു എന്നുള്ളതും നേരത്തെ ED കണ്ടെത്തിയതാണ്. ഇത്തരത്തിൽ ഈ ഒരു വ്യക്തിയുടെ അക്കൗണ്ട്, അതായത് ഒരു വ്യക്തിയുടെ പേരിൽ നിരവധി അക്കൗണ്ടുകളാണ് ഒരു ബാങ്കിൽ തന്നെ തുറന്നിട്ടുള്ളത്. ഇത്തരത്തിൽ ദുരൂഹമായിട്ടുള്ള അക്കൗണ്ടുകൾ കൂടുതലായിട്ടുണ്ടോ, ഈ അക്കൗണ്ടുകൾ വഴി ഏത് വിധത്തിലാണ് എത്രത്തോളം തുക പണം ഇടപാട് നടന്നിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളിലാണ് ആദായ നികുതി വകുപ്പിന്റെ പരിശോധന ഉണ്ടാകുക. നേരത്തെ തന്നെ PMLA കോടതി ഈ കേസ് വന്ന സമയത്ത് അസ്വാഭാവികമായിട്ട് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അതെന്തുകൊണ്ടാണ് ബാങ്കിന്റെ മാനേജർമാർ കൃത്യമായിട്ടുള്ള വിവരം ആദായ നികുതി ഉദ്യോഗസ്ഥരെ അറിയിക്കാതിരുന്നത് എന്നുള്ളൊരു വിമർശനമായിരുന്നു നേരത്തെ PMLA കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത്. സാധാരണയായിട്ട് ഏതെങ്കിലും അക്കൗണ്ടിൽ വൻ തുക നിക്ഷേപിക്കപ്പെട്ട് കഴിഞ്ഞാൽ അക്കാര്യം ബാങ്ക് മാനേജർ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിക്കേണ്ടതാണ്. പക്ഷെ ഇതൊന്നും തന്നെ ഇക്കാര്യത്തിൽ നടന്നില്ല. അതുകൊണ്ട് ഏതെങ്കിലും ഘട്ടത്തിൽ ബാങ്ക് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ളൊരു സഹായം ലഭിച്ചിട്ടുണ്ടോ ഈ തട്ടിപ്പ് സംഘത്തിന് എന്നുള്ള കാര്യത്തിലും പരിശോധന നടക്കുകയും ചെയ്യും. എന്തായാലും ആദായ നികുതി വകുപ്പ് കൂടുതലായും നോക്കുന്നത് ഈ ബാങ്കുകൾ കേന്ദ്രീകരിച്ച് കൂടുതലായിട്ട് അസ്വാഭാവികമായിട്ട് തുറക്കപ്പെട്ട അക്കൗണ്ടുകളും അത് ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ പണ ഇടപാടുകളുമാണ്. എന്തായാലും നിലവിൽ ഈ ED അന്വേഷണം പുരോഗമിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ സമാന്തരമായിട്ട് തന്നെയായിരിക്കും ആദായ നികുതി വകുപ്പിന്റെ നേതൃത്വത്തിലും അന്വേഷണം നടത്തുക. കൃഷ്ണരാജ്. രേഷ്മ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിക്കെതിരായ PhD കോപ്പിയടി പരാതിയിലെടുത്ത നടപടികളെക്കുറിച്ച് വിവരങ്ങൾ കൈമാറിയില്ല. അസം സർവകലാശാലയ്ക്കെതിരെ നടപടിയുമായി സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകി 1 വർഷം കഴിഞ്ഞിട്ടും മറുപടിയില്ലാത്ത സാഹചര്യത്തിലാണ് പരാതിക്കാരൻ KPCTA സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ ഷിനോ പി തോമസ് സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷനെ സമീപിച്ചത്. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി രതീഷ് കാളിയാടൻ ആസാം സർവകലാശാലയിൽ നിന്നും PhD നേടിയത് കോപ്പി അടിച്ചാണെന്ന പരാതിയിൽ എന്ത് നടപടിയെടുത്തു എന്ന വിവരാവകാശ പ്രകാരം നൽകിയ ചോദ്യത്തിന് സമയബന്ധിതമായി മറുപടി നൽകാത്തതിനാലാണ് CPIO സൗഗാത കുമാർനാഥിനെതിരെ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ നടപടിയെടുത്തത്. സൗഗാത കുമാർനാഥിന് കാരണം കാണിക്കൽ നോട്ടീസ് കൂടാതെ വിവരാവകാശ നിയമപ്രകാരം പെനാൽറ്റി ഈടാക്കുവാനുള്ള നടപടിക്രമങ്ങളും കമ്മീഷൻ തുടങ്ങി. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി രതീഷ് കാളിയാടൻ ആസാം സർവകലാശാലയിൽ നിന്ന് PhD പ്രബന്ധം സമർപ്പിച്ചത് മൈസൂർ സർവകലാശാലയിൽ നിന്നും PhD കോപ്പി അടിച്ചാണ് എന്നതായിരുന്നു പരാതി. പരാതി നൽകി മാസങ്ങൾ കഴിഞ്ഞിട്ടും ആസാം സർവകലാശാല നടപടികളൊന്നും കൈക്കൊള്ളാത്ത സാഹചര്യത്തിലാണ് പരാതിക്കാരൻ ഡോക്ടർ ഷീനോ പി ജോസ് വിവരാവകാശ നിയമപ്രകാരം എന്ത് നടപടിയെടുത്തു എന്ന് ചോദിച്ചത്. അപേക്ഷ നൽകി 1 വർഷം കഴിഞ്ഞിട്ടും മറുപടിയൊന്നും ഉണ്ടായില്ല. ഈ സാഹചര്യത്തിലാണ് പരാതിക്കാരൻ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷനെ സമീപിച്ചത്. കോപ്പി അടിക്കുന്ന പറയാൻ പറ്റില്ല, റീപ്രൊഡ്യൂസ് ചെയ്തു എന്ന് തന്നെ പറയേണ്ടി വരും. കണ്ടന്റ് അതേപോലെ വേർഡ് ബൈ വേർഡ് ആയിട്ട് കണ്ടന്റ് അതേപോലെ ഡൗൺലോഡ് ചെയ്തെടുത്തിരിക്കുന്നു. ടൈറ്റിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പൊ ഈ സാധനം പറഞ്ഞുകൊണ്ട് ആസാം സർവകലാശാലയ്ക്ക് പരാതി നൽകി. ആസാം സർവകലാശാല ഈ പരാതി ഇൻമേൽ ഒരു 4-5 മാസത്തോളം യാതൊരു നടപടിയും എടുത്തില്ല. ഈ ആക്ഷൻ ടേക്കൻ റിപ്പോർട്ട് ചോദിച്ചു, എനിക്ക് മറുപടി ഇല്ല. ഇതിനെ അപ്പീൽ കൊടുത്തു, അവിടുന്ന് മറുപടിയില്ല. അതിനുശേഷം നിർദ്ദിഷ്ട സമയം കഴിഞ്ഞപ്പോൾ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷന് പരാതി കൊടുത്തു. ഇനി നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്ന സംഭവിച്ചത് കോടതിയെ സമീപിച്ചുകൊണ്ട് നിയമപരമായ സംവിധാനത്തിലൂടെ ഈ മാനസ്ക്രിപ്റ്റ് പിൻവലിക്കുവാൻ വേണ്ടി ആസാം സർവകലാശാലയിൽ ഇമ്പോസ് ചെയ്യുന്ന രീതിയിലേക്ക്. രതീഷ് കാളിയാടന്റെ PhD പിൻവലിക്കാത്ത പക്ഷം ആസാം സർവകലാശാലയ്ക്കെതിരെ കോടതിയെ സമീപിക്കാനാണ് പരാതിക്കാരന്റെ നീക്കം.
ജനം, കോഴിക്കോട്. ഒന്നാം ക്ലാസ്സിലെ സ്കൂൾ പ്രവേശനത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാൻ ഒരുങ്ങി കേരളവും. പ്രായപരിധി 6 വയസ്സാക്കാൻ സർക്കാർ തീരുമാനം. 2022 മുതൽ കേരളം മാറ്റിവെച്ച PM ശ്രീ പദ്ധതിയാണ് പ്രാബല്യത്തിൽ വരിക. വിവരങ്ങളുമായി എസ് ശാലിനി ഒപ്പം ചേരുന്നു. ശാലിനി, ഒന്നാം ക്ലാസ്സിലെ സ്കൂൾ പ്രവേശനം 6-ാം വയസ്സിൽ മതി. അത് ഏറെക്കുറെ പേർ അങ്ങനെ തന്നെ രക്ഷാകർത്താക്കൾ തുടരുന്നുണ്ട് താനും. എങ്കിലും കേന്ദ്ര വിദ്യാഭ്യാസ നയം ഔദ്യോഗികമായി നടപ്പിലാക്കാൻ കേരളം തീരുമാനിച്ചു, അല്ലേ? കൃഷ്ണരാജ്, 2020 കേന്ദ്ര വിദ്യാഭ്യാസ നയം സർക്കാർ കൊണ്ടുവരുന്നത്. കേന്ദ്ര സർക്കാർ ഇത് കൊണ്ടുവന്നതിന് ശേഷം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമായിരുന്നു 6 വയസ്സ് സ്കൂൾ വിദ്യാഭ്യാസം ആരംഭിക്കുന്നത് 6 വയസ്സിലായിരിക്കണം എന്നുള്ളത്, 1-ാം ക്ലാസ് പ്രവേശനം. ആ നിർദ്ദേശം സംസ്ഥാന സർക്കാർ അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. 2020 ഈ കേന്ദ്ര വിദ്യാഭ്യാസ നയം വന്നതിന് ശേഷം 2022 മുതൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് നിരന്തരം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇത് നടപ്പിലാക്കണം, കേന്ദ്ര വിദ്യാഭ്യാസ നയവും ഒപ്പം തന്നെ ഈ നിർദ്ദേശങ്ങളും നടപ്പിലാക്കണം എന്ന കത്ത് അയച്ചിരുന്നു. പക്ഷേ ആ കത്ത് അയച്ചതല്ലാതെ അതിന് തിരിച്ച് മറുപടി നൽകാനോ അതിൽ ആ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാനോ സംസ്ഥാന സർക്കാർ തയ്യാറായിരുന്നില്ല. കേന്ദ്രത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു സമീപനം, കേന്ദ്ര വിദ്യാഭ്യാസ നയത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിച്ചിരുന്നത്. അവിടെയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ കേന്ദ്ര വിദ്യാഭ്യാസ നയത്തോട് അനുകൂല നിലപാട് സ്വീകരിക്കുന്നതും ഒപ്പം തന്നെ വരുന്ന വിദ്യാഭ്യാസ വർഷം മുതൽ അധ്യയന വർഷം മുതൽ 2026-27 അധ്യയന വർഷം മുതൽ 6 വയസ്സ് 1-ാം ക്ലാസ്സിൽ പ്രവേശനത്തിനുള്ള പ്രായപരിധിയാക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഈ 2025 ജൂൺ മാസത്തിൽ കൂടിയായിരിക്കും 5 വയസ്സിലുള്ള പ്രവേശനം ഉണ്ടാവുക. കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ നിലവിൽ സംസ്ഥാനത്ത് അതായത് ഈ കേന്ദ്ര വിദ്യാഭ്യാസ നയം അത് പ്രാബല്യത്തിൽ വന്ന സമയം മുതൽ തന്നെ കേരളത്തിലെ പല രക്ഷാകർത്താക്കളും 6 വയസ്സിൽ കുട്ടികളെ ചേർത്താൽ മതിയെന്ന തീരുമാനത്തിൽ എത്തിയിരുന്നു. സംസ്ഥാനം നടപ്പിലാക്കിയില്ലെന്നേ ഉള്ളൂ. തീർച്ചയായും കൃഷ്ണരാജ്, അങ്ങനെ തന്നെയാണ്. കാരണം ഈ ഒരു കേന്ദ്ര വിദ്യാഭ്യാസ നയം വന്നു, അത് കൃത്യമായി അതിന്റെ പ്രചരണം ജനങ്ങളിലേക്ക് എത്തുകയും ചെയ്തത് ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പല രക്ഷകർത്താക്കളും 1-ാം ക്ലാസ്സിലെ പ്രവേശന പ്രായം 6 വയസ്സാക്കുകയും കുട്ടികളെ 6 വയസ്സിൽ തന്നെ സ്കൂളുകളിൽ കൊണ്ട് ചേർക്കുകയും ചെയ്തത്. ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മാധ്യമങ്ങളെ കണ്ടിരുന്നു. ഈ മാധ്യമങ്ങളെ കണ്ട കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന രൂപേണയാണ് ഈ 6 വയസ്സ് ഇനി മുതൽ 1-ാം ക്ലാസ്സിലുള്ള പ്രവേശനത്തിനുള്ള പ്രായം ആക്കിയാൽ മതി, അല്ലെങ്കിൽ ആ നിർദ്ദേശം സംസ്ഥാനം നടപ്പിലാക്കാൻ പോവുകയാണ് എന്നുള്ള ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാലും 2022 മുതൽ ഏകദേശം ഇത്രയധികം വർഷങ്ങൾ നീണ്ട് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിട്ടും നടപ്പിലാക്കാതെ നിന്ന സംസ്ഥാന സർക്കാരാണ് ഒടുവിൽ കേന്ദ്ര വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് നീങ്ങുന്നതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് PM ശ്രീ പദ്ധതി കൂടിയാണ്. കാരണം പ്രധാനമന്ത്രിയുടെ പേരിലുള്ള വിദ്യാലയങ്ങൾക്കും ഒപ്പം തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഒക്കെയുള്ള സഹായം പ്രധാനമന്ത്രി നേരിട്ട് നൽകുന്ന ആ ഒരു പദ്ധതി അടക്കമുള്ള കാര്യങ്ങൾ, ആ പദ്ധതിയുടെ വിഹിതമടക്കം കഴിഞ്ഞ ഇത്രയും വർഷമായി സംസ്ഥാനത്തിന് മുടങ്ങിക്കിടന്നത് ഈ ഒരു സംസ്ഥാന സർക്കാരിന്റെ മുടന്തൻ ന്യായം കൊണ്ടും ഒപ്പം തന്നെ പിടിപ്പുകേട് കൊണ്ടുമാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. 513 കോടിയോളം രൂപയാണ് കഴിഞ്ഞ വർഷം മാത്രം PM ശ്രീ പദ്ധതിയിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് കിട്ടാനുള്ളത്. അത് കൃത്യമായി നടപ്പിലാക്കാത്തത് മൂലവും ഒപ്പം തന്നെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി NEP കൃത്യമായി നടപ്പിലാക്കാത്തത് മൂലം ആ ഫണ്ട് നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും അതൊക്കെ നേടിയെടുക്കാനും ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശങ്ങൾക്കൊടുവിൽ സംസ്ഥാന സർക്കാർ കൂടി വഴങ്ങുകയാണ്. നമുക്കറിയാം, നിലവിൽ PKGയിലൊക്കെ 3 വയസ്സ് മുതൽ വിദ്യാർത്ഥികളെ സ്കൂളുകളിലേക്ക് ഈ ചെറിയ ക്ലാസ്സുകളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. വിദ്യാർത്ഥികളുടെ മാനസിക നില ഒപ്പം തന്നെ രക്ഷകർത്താക്കളുടെ ജോലി ഇതൊക്കെ പരിഗണിക്കണം എന്നുള്ള നിർദ്ദേശം വെച്ചുകൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാർ കൃത്യമായി അതിനെപ്പറ്റി പഠിക്കുകയും 6 വയസ്സ് മതി ഇനി കുട്ടികളെ സ്കൂളിലേക്ക് എത്തിക്കാൻ, 1-ാം ക്ലാസ്സിൽ പ്രവേശനം 6 വയസ്സ് മതി എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം എടുക്കുകയും ചെയ്തത്. ആ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനത്തോടാണ് കഴിഞ്ഞ ഇത്രയും വർഷമായി സർക്കാർ പുറംതിരിഞ്ഞു നിന്നത്. അതിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിനോട് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ നയം അല്ലെങ്കിൽ ആ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായിട്ടുള്ള നിർദ്ദേശം സംസ്ഥാനത്ത് കൂടി പ്രാവർത്തികമാക്കാൻ പോകുന്നു. അതുവഴി PM ശ്രീയിലൂടെ കിട്ടാനുള്ള കോടികൾ ലഭ്യമാക്കുക, ഒപ്പം തന്നെ അത് നേടിയെടുക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഇതിന് പിന്നിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ശരി, 1-ാം ക്ലാസ്സിലെ സ്കൂൾ പ്രവേശനത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാൻ കേരളവും ഒരുങ്ങുന്നു. പ്രായപരിധി 6 വയസ്സാക്കും. ഇനി മുതൽ 1-ാം ക്ലാസ്സിൽ കുട്ടികളെ ചേർക്കണമെങ്കിൽ 6 വയസ്സ് പ്രായം വേണം. അത് 2022 മുതൽ കേരളം മാറ്റിവെച്ച പദ്ധതിയാണ്. പക്ഷേ രക്ഷാകർത്താക്കൾ അതേറെക്കുറെ നടപ്പിലാക്കുന്നുണ്ടായിരുന്നു താനും. വിവരങ്ങൾ നൽകുകയായിരുന്നു എസ് ശാലിനി. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം റദ്ദാക്കിയ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ നൽകിയ അപ്പീൽ ഡിവിഷൻ ബെഞ്ച് ഇന്ന് പരിഗണിക്കും.
പൊതുവായ ഭൂമി വിഷയങ്ങളിൽ കമ്മീഷൻ നിയമനം നടത്താൻ സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ടെങ്കിലും മുനമ്പത്ത് അതിന് സാധിക്കുന്നില്ല എന്നായിരുന്നു ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ കണ്ടെത്തൽ. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചാണ് അപ്പീൽ പരിഗണിക്കുക. രേഷ്മ ബാബു ഒരിക്കൽ കൂടി. രേഷ്മ, വിവരങ്ങൾ. കൃഷ്ണരാജ്, ഇക്കഴിഞ്ഞ 17-ാം തീയതിയാണ് മുനമ്പത്ത് നിയമിച്ച ജുഡീഷ്യൽ കമ്മീഷന്റെ നിയമനം അത് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് അസാധുവാക്കിയത്, അതായത് റദ്ദാക്കിയത്. ഈ സിംഗിൾ ബെഞ്ചിന്റെ നടപടി ചോദ്യം ചെയ്തുകൊണ്ടാണ് ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ കഴിഞ്ഞ ദിവസം തന്നെ സംസ്ഥാന സർക്കാർ അപ്പീൽ ഫയൽ ചെയ്തത്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള ഡിവിഷൻ ബെഞ്ചാണ് ഇന്ന് ഈ അപ്പീൽ ഹർജി പരിഗണിക്കുക. പ്രധാനമായിട്ടും സിംഗിൾ ബെഞ്ച് വസ്തുതകൾ പരിശോധിക്കാതെയാണ് നിയമനം റദ്ദാക്കിയത്. മാത്രവുമല്ല, സംസ്ഥാന സർക്കാരിന് ഇത്തരത്തിലൊരു ജുഡീഷ്യൽ കമ്മീഷനെ മുനമ്പത്ത് നിയോഗിക്കാൻ അധികാരമുണ്ട് എന്നുള്ളൊരു വാദഗതി മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് അപ്പീൽ ഹർജി നൽകപ്പെട്ടിരിക്കുന്നത്. എന്തായാലും നേരത്തെ തന്നെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഇക്കാര്യത്തിൽ ചില കണ്ടെത്തലുകൾ നടത്തിയിരുന്നു. അതായത് പൊതുവായ ഭൂമി വിഷയങ്ങളിൽ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കാൻ സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ട്. പക്ഷേ മുനമ്പത്തേത് വ്യത്യസ്തമാണ്. കാരണം മുനമ്പത്ത് വഖഫ് നിയമത്തിന്റെ പരിധിയിൽ വരുന്നതാണ്. അത് മാത്രവുമല്ല, നേരത്തെ 104 ഏക്കറോളം ഭൂമി വഖഫ് എന്നുള്ള കണ്ടെത്തലും ഉണ്ടായിട്ടുണ്ട്. അതുകൂടാതെ തന്നെ വഖഫ് ട്രിബ്യൂണലിൽ പ്രസ്തുത വിഷയം പരിഗണനയിലിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇതും കൂടി കണക്കിലെടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മുനമ്പത്തെ ജുഡീഷ്യൽ കമ്മീഷന്റെ നിയമനം അത് നിയമവിരുദ്ധമാണ് എന്നുള്ളതായിരുന്നു ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെ അസാധുവാക്കുന്നു എന്നുള്ളതായിരുന്നു സിംഗിൾ ബെഞ്ച് അന്ന് വിധി പ്രസ്താവത്തിൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ സിംഗിൾ ബെഞ്ചിന്റെ നടപടി അത് തെറ്റാണെന്നും അത് റദ്ദാക്കണമെന്നും ആണ് അപ്പീൽ ഹർജിയിൽ ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ നിലവിൽ ഈ പറയുന്ന സംസ്ഥാന സർക്കാർ ഉന്നയിക്കുക. എന്തായാലും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി നൽകിക്കൊണ്ടുള്ളതായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ നടപടി. മനസ്സിരുത്തിയല്ല സംസ്ഥാന സർക്കാർ ഇത്തരത്തിലൊരു ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചത് എന്നുള്ള ഒരു നിരീക്ഷണം കൂടി വലിയ രീതിയിൽ വിമർശനത്തിന് ഇടയാക്കുകയും ചെയ്തിരുന്നു. അതായത് കണ്ണിൽ പൊടിയിടാനായിട്ടുള്ള ഒരു ശ്രമമായിട്ട് സംസ്ഥാന സർക്കാരിന്റെ ഈ ജുഡീഷ്യൽ കമ്മീഷൻ നിയമനത്തെ പ്രതിപക്ഷമടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ വിലയിരുത്തുകയും ചെയ്തു. എന്തായാലും സംസ്ഥാന സർക്കാർ ഇന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ ഉന്നയിക്കുന്ന വാദഗതികൾ, അതോടൊപ്പം തന്നെ പ്രാഥമികമായിട്ട് ഈ അപ്പീൽ ഹർജിയിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറയുന്ന നിരീക്ഷണങ്ങൾ, ഇതടക്കമുള്ള കാര്യങ്ങൾക്ക് ഏറെ പ്രസക്തിയുണ്ട്. എന്തായാലും ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം അത് റദ്ദാക്കിയതോടുകൂടി വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായിട്ട് മുനമ്പത്തെ തീരദേശവാസികൾ രംഗത്ത് വരികയും ചെയ്തിരുന്നു. കൃഷ്ണരാജ്. ശരി രേഷ്മ ബാബു. ഹരിപ്പാട് കുമാരപുരം സ്വദേശി രാകേഷ് തിരോധാനത്തിലെ അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കാതെ പോലീസ്. മകനെ കൊലപ്പെടുത്തി മൃതദേഹം മറവ് ചെയ്തതാണെന്ന് കാട്ടി രാകേഷിന്റെ അമ്മ നൽകിയ ഹർജിയിലാണ് അന്വേഷണ റിപ്പോർട്ട് ഹാജരാക്കാൻ കോടതി പോലീസിനോട് ആവശ്യപ്പെട്ടത്. ഹരിപ്പാട് കുമാരപുരം പുത്തൻ വീട്ടിൽ രാകേഷിനെ കൊലപ്പെടുത്തി കുഴിച്ചുമൂടി എന്ന് കാട്ടി രാകേഷിന്റെ അമ്മ രമ കോടതിയെ സമീപിച്ചതോടെയാണ് പോലീസ് വീണ്ടും കേസ് അന്വേഷണം ആരംഭിച്ചത്. കേസിന്റെ അന്വേഷണം കോടതിയുടെ മേൽനോട്ടത്തിലാവണമെന്നും രാകേഷിന്റെ അമ്മ ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു. ഇതുവരെയുള്ള അന്വേഷണ റിപ്പോർട്ട് ഹാജരാക്കാൻ ഹരിപ്പാട് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പോലീസിന് നിർദ്ദേശം നൽകി. ഇന്നലെയായിരുന്നു അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കേണ്ടിയിരുന്നതെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് ഹാജരാക്കിയില്ല. മകനെ കൊലപ്പെടുത്താൻ നേതൃത്വം നൽകിയവരുടെ പേരും കൊലപ്പെടുത്താനുള്ള കാരണവും രാകേഷിന്റെ അമ്മയുടെ ഹർജിയിൽ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ റിപ്പോർട്ട് പോലും ഹാജരാക്കാതെ നിരുത്തരവാദപരമായ നിലപാടാണ് പോലീസ് ഉദ്യോഗസ്ഥർ സ്വീകരിച്ചതെന്നും പ്രതികളിലേക്ക് അന്വേഷണം തിരിയുന്ന ഘട്ടത്തിൽ അവരെ രക്ഷപ്പെടുത്താൻ ചിലർ ബോധപൂർവം ശ്രമിക്കുന്നതായി സംശയിക്കുന്നുവെന്നും രാകേഷിന്റെ അമ്മ പറഞ്ഞു. രാകേഷിന്റെ തിരോധാനം കൊലപാതകമാണെന്നും അതിന് നേതൃത്വം നൽകിയവർക്ക് തോക്കുൾപ്പെടെയുള്ള ആയുധങ്ങളുണ്ടെന്നും രാകേഷിന്റെ അമ്മയുടെ ഹർജിയിൽ ആരോപിച്ചിരുന്നു. തുടർന്ന് പ്രതികളെന്ന് ആരോപിക്കപ്പെടുന്നവരുടെ വീടുകളിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ വിദേശ നിർമ്മിത തോക്കും തിരകളും ആയുധങ്ങളും കണ്ടെത്തിയിരുന്നു. ജനം, ആലപ്പുഴ. താമരശ്ശേരി കൊയിലാണ്ടി സംസ്ഥാന പാതയിൽ കോരങ്ങാട് അങ്ങാടിയിൽ നിർത്തിയിട്ട ലോറിക്ക് പിന്നിൽ ഓട്ടോറിക്ഷ ഇടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. ഓട്ടോ ഡ്രൈവർ താമരശ്ശേരി പൊടുപ്പിൽ സ്വദേശി ഷമീർ, യാത്രക്കാരനായ എസ്റ്റേറ്റ് മുക്ക് സ്വദേശി നോബിൾ എന്നിവർക്കാണ് പരിക്കേറ്റത്. സാരമായി പരിക്കേറ്റത് ഇരുവരെയും കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുലർച്ചെ 3:30ഓടെയായിരുന്നു അപകടം. ഇടുക്കി വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലെ ഡൈമുക്ക് പന്തടിക്കളം മേഖല പുലിപ്പേടിയിലാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളിലും പ്രദേശവാസികൾ പുലികളെ നേരിട്ട് കണ്ടു. തള്ളപ്പുലിയും 3 കുഞ്ഞുങ്ങളുമാണ് പ്രദേശത്തുള്ളതെന്നാണ് വിലയിരുത്തൽ.
കഴിഞ്ഞ ദിവസം രാത്രി ബന്ധുവീട്ടിൽ പോയി മടങ്ങി വരും വഴിയാണ് വണ്ടിപ്പെരിയാർ സ്വദേശി ബിജു പുലിക്കോട്ടത്തെ കണ്ടത്. തള്ളയും കുഞ്ഞുങ്ങളും ഉൾപ്പെടെ 4 പുലികൾ വാഹനത്തിന് മുന്നിലൂടെ ചാടി മറുവശത്തേക്ക് പോയി. ആദ്യമേ ഒരു ചാടിപ്പോന്ന് കണ്ടു. അപ്പൊ ഞാൻ കേഴയോ പറഞ്ഞില്ലായിരുന്നു ഓർത്തെ. അത് ഞാൻ ഒരു 10 അടി അങ്ങോട്ട് ചെന്നോറും ഒരു 3 എണ്ണം റോഡിന് പാസ് ചെയ്യുമായിരുന്നു, ചാടുമായിരുന്നു. അപ്പൊ ഞാൻ വണ്ടി നിർത്തിയപ്പോഴത്തേന് തിരിഞ്ഞു നിൽക്കുന്നു. അപ്പൊ നമുക്കൊരു പേടി പോലെ തോന്നി. ആ കുടുംബം എന്റെ ബൈക്ക് ഉണ്ടായിരുന്നു. ഞങ്ങൾ തിരിച്ചു പോന്നു. റോഡിൽ കയറിയിട്ട് അയലൊക്കത്തുള്ളവരെയൊക്കെ വിളിച്ചു പറഞ്ഞു, എന്റെ അനിയന്മാരെ വിളിച്ചു പറഞ്ഞു. വിവരം അറിയിച്ചതിനെ തുടർന്ന് വനപാലകരെത്തി പരിശോധന നടത്തിയെങ്കിലും പുലിയുടെ കാൽപ്പാടുകൾ കണ്ടെത്താനോ സാന്നിധ്യം മനസ്സിലാക്കാനോ സാധിച്ചില്ല. ശേഷം തൊട്ടടുത്ത ദിവസം ഡൈമുഖ സ്വദേശി സുനിൽകുമാറും പുലിയെ നേരിട്ട് കണ്ടു. ജീപ്പിൽ വരും വഴി തേയിലക്കാടിനോട് ചേർന്നാണ് സുനിൽകുമാർ പുലിയെ കണ്ടത്. എന്നാൽ പകല് ഞാൻ 2:30-ക്ക് അടുത്ത ഒരു വീട്ടിലെ മണ്ടയ്ക്കുള്ള ഒരു വീട്ടിലെ ചേട്ടനെ കൊണ്ട് ഇച്ചിരി വള ഇറക്കി കൊടുക്കേണ്ടിട്ട് പോയിട്ട് ഞാൻ വന്നപ്പം ഇതുപോലെ വഴി കുമാറിച്ച് കിടക്കുകയായിരുന്നു. ഇത് അവിടെ ഇച്ചിരി തേയില ഇല്ലാതെ ഇച്ചിരി കാടായിട്ട് കിടക്കുന്നുണ്ട്. ആ കാട്ടിൽ നിന്ന് റോഡിന് താഴോട്ട് തേയിലക്കകത്തോട്ട് പുലി ചാടുകയും ആ പുലിയെ ഞാൻ കണ്ടോണ്ട് ഞാൻ ആ വണ്ടി നിർത്തി ഞാൻ അവിടെ നിന്ന് ഇത് എങ്ങോട്ടാ പോകുന്നതെന്ന് നോക്കി ഇതിനെ ഫോട്ടോ എടുക്കാന്ന് ഓർത്തോണ്ട് ഞാൻ അങ്ങോട്ട് മുന്നോട്ട് ചെല്ലുകയും ഇതെന്നെ തന്നെ നോക്കി നിൽക്കുകയും ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഒരു ചെറിയ പേടി തോന്നിയിട്ട് ഞാൻ തിരിച്ചോടി വന്ന് വണ്ടിയെ കയറിയപ്പം ഇതും പേടിച്ച് തിരിച്ചോടി പഴയ സ്ഥലത്തോട്ട് ആ കാട്ടിലോട്ട് തന്നെ തിരിച്ചു കയറുക ചെയ്തത്. ജനവാസ മേഖലയോട് ചേർന്ന് തുടർച്ചയായി പുലിയെ കണ്ടതോടെ കടുത്ത ആശങ്കയിലാണ് മേഖലയിലെ 50ഓളം വരുന്ന കുടുംബങ്ങൾ. കാരണം എല്ലാവരും ഭയപ്പെട്ടാണ് ജീവിക്കുന്നത്. എല്ലാവരും കൃഷിക്കാരും ഈ പശു വളർത്തുന്നതും ആടിനെ വളർത്തുന്നവരും കോഴിയെ വളർത്തുന്നവരും എല്ലാം ഉണ്ട്. അപ്പം കൊച്ചു പിള്ളേരെയും കൊണ്ട് തൊട്ടടുത്ത് കാടിന്റെ പ്രദേശങ്ങളിൽ ജീവിക്കുന്നവർക്ക് ഭയങ്കര ഭയപ്പാടിലാണ്. ഇതിനെ കണ്ടിട്ട് പകൽ സമയങ്ങളിലും കാണുന്നു, രാത്രി മാത്രമല്ല പകലും കണ്ടു. എല്ലാവരും പേടിച്ചാണ്. നമുക്കും പശുക്കളുള്ളതാണ്, ജീവിക്കാൻ വേറെ വരുമാനമൊന്നുമില്ലാത്ത ആൾക്കാരാണ്. പ്രദേശത്ത് നിന്നും 2 വർഷം മുമ്പ് ഒരു പുലിയെ കൂടുവെച്ച് പിടികൂടി വനം വകുപ്പ് ഉൾവനത്തിൽ വിട്ടിരുന്നു. HML എസ്റ്റേറ്റിലെ ചില മേഖലകൾ കൃഷി ചെയ്യാതെ കാടുപിടിച്ച് കിടക്കുന്നത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. കാരണം എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ഹാരിസൺസ് മലയാളം പ്ലാന്റേഷനിലെ കാടുപിടിച്ച് കൃഷി ചെയ്യാതെ കാടുപിടിച്ച് കിടക്കുന്ന സ്ഥലം ഒരു പ്രധാന വിഷയം തന്നെയാണ്. സാഹചര്യം പുലിഭയത്തിലാണ് ജനം ജീവിക്കുന്നത്. 2022 മുതൽ ഇവിടെ പുലിയെ ഭയന്ന് ജീവിക്കുന്ന ഒരവസ്ഥയാണ് ഇവിടുത്തെ ആളുകൾക്ക്. പ്രത്യേകിച്ച് ട്രൈബൽ കോളനി തൊട്ടടുത്ത് 40 മേഖലയിലുള്ള ആളുകൾ ഇവിടെ താമസിക്കുന്നതാണ്. പുലിയെ കണ്ടവരുണ്ട്. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് പ്രദേശത്ത് വനംവകുപ്പ് 2 ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ക്യാമറയിൽ ദൃശ്യങ്ങൾ പതിഞ്ഞാൽ കൂട് സ്ഥാപിച്ച് പുലിയെ പിടികൂടാനുള്ള നടപടികൾ സ്വീകരിക്കാനാണ് വനംവകുപ്പിന്റെ തീരുമാനം. ജനം, ഇടുക്കി. കാർഷിക രംഗത്ത് മാതൃകയായി ജനപ്രതിനിധികൾ. കോഴിക്കോട് മാവൂർ ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധികളാണ് കാർഷിക വൃത്തിയിൽ ഏവർക്കും വഴികാട്ടിയാകുന്നത്. ജനസേവനത്തിന്റെ ഒഴിവുനേരങ്ങൾ ഇവർ പച്ചക്കറി കൃഷിക്കായി സമയം കണ്ടെത്തുകയാണ്. ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിന് മുകളിലെ സ്ഥലത്താണ് പഞ്ചായത്ത് അംഗങ്ങൾ 100 മേനി കൊയ്യുന്നത്. വെണ്ടയും തക്കാളിയും പച്ചമുളകും വഴുതനയുമാണ് വിളകളിൽ പ്രധാനം. ഹൈഡെൻസിറ്റി പോളി എത്തിലിൻ ഗ്രോ ബാഗിലാണ് കൃഷി. ഒഴിവ് കിട്ടുന്ന സമയങ്ങളെല്ലാം ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ ഉൾപ്പെടുന്ന ആളുകൾ വന്ന് പരിചരിച്ചുകൊണ്ട് നമ്മുടെ ഈ പഞ്ചായത്ത് മെമ്പർ എന്ന് പറയുന്നത് കുറച്ച് മാനസിക പ്രയാസം ഉണ്ടാക്കുന്ന പൊതുപ്രവർത്തനമാണ്. അപ്പോൾ അതിൽ നിന്നൊരു മോചനം ലഭിക്കുന്നതിന് വേണ്ടി ആലോചിച്ചപ്പോൾ പറഞ്ഞ ജൈവ പച്ചക്കറികൾ നമുക്ക് പ്രോത്സാഹനം കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കണം നമ്മളൊരു കൃഷി ഒരു പരിപാടിക്ക് പ്ലാൻ ചെയ്തത്. 3 മാസം മുമ്പാണ് ഈ കൃഷി വിത്ത് വിട്ടത്. പക്ഷേ 3 മാസം കൊണ്ട് നമുക്ക് വിചാരിക്കുന്നതിൽ കൂടുതൽ വേണ്ടത്ര രീതിയിലേക്കുള്ള പച്ചക്കറിയാണ് ഇപ്പോൾ ഞങ്ങൾക്ക് വിളവെടുപ്പാനായിട്ടുള്ള പച്ചക്കറി. വഴുതനയുണ്ട്, അതുപോലെ തന്നെ പച്ചമുളക്, തക്കാളി, വെണ്ട ഉൾപ്പെടെയുള്ള സാധനങ്ങളാണ് ആദ്യ പരീക്ഷണത്തിൽ ഞങ്ങൾ ചെയ്തത്. കൃഷിയിലേക്ക് ജനങ്ങളെ ആകർഷിക്കാൻ രാഷ്ട്രീയം മറന്ന ഒരേ മനസ്സോടെ മുന്നിട്ടിറങ്ങുകയായിരുന്നു ഇവർ. 18 അംഗങ്ങളും തങ്ങളുടെ ഒഴിവു സമയങ്ങൾ കൃത്യമായി ഇതിനായി വിനിയോഗിക്കുകയായിരുന്നു. ആദ്യഘട്ട പരീക്ഷണ കൃഷി വിജയമായതോടെ കൃഷി വിപുലീകരിക്കാനും കൂടുതൽ ഇനങ്ങൾ കൃഷി ചെയ്യാനുമുള്ള തയ്യാറെടുപ്പിലാണ് ജനപ്രതിനിധികൾ. ജനം, കോഴിക്കോട്. ഇന്ന് ഞങ്ങളുടെ സാരഥി അഖിലേഷ് മുരുകന് പിറന്നാളാണ്. കടുത്ത മോഹൻലാൽ ആരാധകനാണ്. മാത്രമല്ല റീൽസിലൂടെ വളരെ പ്രശസ്തനായ ഒരാൾ കൂടിയാണ്. എപ്പോഴും ചിരിച്ചുകൊണ്ട് മാത്രം എല്ലാവരോടും സംസാരിക്കുന്ന, വാദോരാതെ സംസാരിക്കുന്ന അഖിലേഷ് മുരുകന് ജനം കുടുംബത്തിൻ്റെ പിറന്നാൾ ആശംസകൾ നേരുകയാണ്. അപ്പോൾ അഖിലേഷ് മുരുകൻ ഹാപ്പി ബർത്ത്ഡേ. വ്യക്തിപരമായും
ജനം കുടുംബത്തിൻ്റെ പേരിലും ഒരിക്കൽ കൂടി ഞങ്ങളുടെ സാരഥി ഒപ്പം ക്യാമറ അസിസ്റ്റന്റ് കൂടിയാണ് അഖിലേഷ് മുരുകൻ. പുത്തൻ പുലരി പൂർണ്ണമാകുന്നു. നമസ്തേ.